الحمد لله الحمد لله على كماله وإحسانه، والشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده، وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه، وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا. أما بعد، فيا عباد الله اتقوا الله، وأحسن الحديث كتاب الله، وخير هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹധനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനും ഇവിടെ എത്തിച്ചേർന്ന ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ കാഫിറൂൻ നമ്മൾ വിശദമായി തന്നെ അതിൻ്റെ തഫ്സീറൊക്കെ പഠിച്ചു കഴിഞ്ഞു. 108-ാം അധ്യായം സൂറത്തുൽ കൗസർ ആണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ളത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്ത് അൽ കൗസർ. അൽ കൗസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ധാരാളം എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈ സൂറത്തിന് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന പേരുകൾ, ഒന്ന് സൂറത്തുൽ കൗസർ എന്ന പേര് തന്നെയാണ് കാര്യമായും ഈ സൂറത്തിന് വന്നിട്ടുള്ളത്. പിന്നെ സൂറത്ത് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്നും ഈ സൂറത്തിനെ ചില ഹദീസുകളിലൊക്കെ പരിചയപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഈ സൂറത്ത് മക്കിയത്താണോ മദനിയത്താണോ, ഹിജറക്ക് മുമ്പാണോ ശേഷമാണോ അവതരിച്ചതെന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് വലിയ അഭിപ്രായ ഭിന്നതയുണ്ട്. മഹാഭൂരിഭാഗം പണ്ഡിതന്മാരും ഇത് മക്കിയത്താണ്, മക്കയിൽ അവതരിച്ചതാണ് എന്ന അഭിപ്രായക്കാരാണ്. മുസ്ഹഫുകളിലൊക്കെ എനിക്ക് തോന്നുന്നത് അതിന്റെ അവസാനത്തെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ മക്കിയത്ത് നിന്നായിരിക്കും ഉണ്ടാവുക. കാരണം ഭൂരിഭാഗ പണ്ഡിതന്മാരും ഇത് മക്കിയത്താണ് എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ വളരെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും ഈ സൂറത്ത് മദനിയത്താണെന്ന് പറഞ്ഞതും കാണാൻ സാധിക്കും. ഇബ്നു കസീർ, ഇബ്നു ഹജർ, സുയൂത്തി, ഇബ്നു ആഷൂർ പോലുള്ള പണ്ഡിതന്മാരൊക്കെ സൂറത്തുൽ കൗസർ മദനിയത്താണെന്നുള്ള അഭിപ്രായക്കാരാണ്. എന്നാൽ അതേസമയം ഇബ്നുൽ ജൗസി, അബൂ ഹയ്യാൻ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ പിന്നെ ഇവരൊക്കെ പറഞ്ഞതും ഇതാണ് ജുംഹൂർ, ഭൂരിഭാഗ പണ്ഡിതന്മാരുടെ അഭിപ്രായവും ഇത് മക്കിയത്താണ് എന്നാണ് എന്ന് പറഞ്ഞവരാണ് ഇബ്നുൽ ജൗസി, അബൂ ഹയ്യാൻ ഒക്കെ. ഇബ്നു ആഷൂർ റഹിമഹുല്ല അദ്ദേഹം ഭൂരിഭാഗ പണ്ഡിതന്മാരും ഇത് മക്കിയത്താണെന്ന് അഭിപ്രായപ്പെട്ടവരാണെന്ന് പറയുകയും എന്നാൽ അതേസമയം ഇത് മദനിയത്താണെന്നതിന് ബലം നൽകുകയും ചെയ്ത ആളാണ് ഇബ്നു ആഷൂർ. എന്താണ് അതിന് കാരണം? അതിന് കാരണം ഒരു ഹദീസാണ്. ആ ഹദീസിന്റെ അർത്ഥം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മദനിയത്താണെന്നുള്ളതാണ് കൂടുതൽ പ്രബലമെന്നാണ് നമുക്ക് മനസ്സിലാവുക. എന്താണ് ആ ഹദീസ്? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത് അലയ്യ ആനിഫൻ സൂറ. തൊട്ട് മുമ്പ്, ഇപ്പന്നാരെ, ആനിഫ് എന്ന് പറഞ്ഞാൽ അതർത്ഥം, നമ്മൾ ഇപ്പന്നാരെ എന്ന് പറയില്ലേ, തൊട്ട് മുമ്പ് ഇപ്പന്നാരെ എനിക്കൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന സൂറത്ത് ഓതി. ഹത്താ ഖതമ, സൂറത്തിന്റെ അവസാനം വരെ ഓതി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തദ്റൂന മൽ കൗസർ, നിങ്ങൾക്കറിയുമോ അൽ കൗസർ എന്താണ്, നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു.
അപ്പൊ സ്വഹാബിമാര് പറഞ്ഞു അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവിന്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നവർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നഹു നഹ്റുൻ വഅദനീഹി റബ്ബി ഫിൽ ജന്ന, എന്റെ റബ്ബ് എനിക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് വാഗ്ദാനം നൽകിയ ഒരു പുഴയാണ്, നെഹറാണെന്ത്, കൗസർ. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അനസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത് ഹിജ്റയുടെ ആദ്യ സമയത്താണ്. അതായത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഹിജ്റയുടെ തുടക്ക സമയത്താണ്. അപ്പൊ അത് ഹിജ്റയ്ക്ക് ശേഷമാകാനേ സാധ്യതയുള്ളൂ. മാത്രല്ല പിന്നെ ഫിൽ മസ്ജിദി എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും ചില റിപ്പോർട്ടിൽ. പിന്നെ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പള്ളിയിലിരിക്കുകയായിരുന്നു. അപ്പൊ അഗ്ഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഗ്ഫാഅതൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ബോധക്ഷയമുണ്ടായി, ഒന്ന് ബോധം പോയി. എന്നിട്ട് എന്നിട്ട് പിന്നെ ബോധം വന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ ചോദിച്ചു. ഒന്നിക്ക് റസൂലുള്ള പറഞ്ഞു, അല്ലെങ്കിൽ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം വാർത്തയും ഒക്കെ പറഞ്ഞു. അതിനുശേഷം അവസാന ഭാഗത്ത് അലൈഹി ഖൈറുൻ കസീർ, അതിൽ ധാരാളം ഖൈറുകളുണ്ട്. ആ കൗസറിൽ എന്തുണ്ട്, ആ പിന്നെ പുഴയിൽ ധാരാളം ഖൈറുകളുണ്ട്. അലൈഹി ഹൗദുൻ തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ, അതിൽ നിന്നൊരു ഹൗലുണ്ട്, അതിൽ നിന്നൊരു ഹൗല് വരുന്നുണ്ട്. എന്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് ആ ഹൗലിന്റെ അടുക്കൽ വന്ന് വെള്ളം കുടിക്കും. അങ്ങനെ ഒരു ഹൗല് അതിൽ നിന്നും വരുന്നുണ്ട്. ഹൗലുൽ കൗസർ നമ്മൾ പറയുന്ന ഹൗല് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാൻ സാധിക്കും. ആനിയത്തുഹു അദദുൽ കവാകിബ്, അതിന്റെ ആനിയത്ത്, അതിലെ പാത്രങ്ങൾ നക്ഷത്രങ്ങൾ കണക്കെയുണ്ട്, ആകാശത്തിലെ ഗോളങ്ങൾ കണക്കെയുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം അതുപോലെ തന്നെ അബൂദാവൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അനസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജ്റയുടെ ആദ്യ സമയത്താണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് മദനിയത്താകാനാണ് സാധ്യത കൂടുതൽ. ഭൂരിഭാഗ പണ്ഡിതന്മാരും മക്കിയത്താണെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഒരു ഖിലാഫുള്ള വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എന്താണ് ഈ സൂറത്തിന്റെ ലക്ഷ്യം? ഈ സൂറത്തിന്റെ ലക്ഷ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്നും ലഭിക്കുന്ന വലിയ ഖൈറിനെ കുറിച്ച്, ധാരാളമായി ലഭിക്കുന്ന ഖൈറിനെ കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കലാണ് ഈ സൂറത്തിന്റെ ലക്ഷ്യം. അപ്പൊ നമുക്ക് ഈ സൂറത്തൊന്ന് പാരായണം ചെയ്യാം. ആദ്യം ഞാനൊന്ന് ഓതാം, ശ്രദ്ധിച്ച് കേൾക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പറഞ്ഞോളി. ഒന്ന്, ഇന്നാ അഅ്തൈനാകൽ കൗസർ. എന്തൊക്കെയുണ്ട്? ഒന്ന് ഇന്ന എന്നുള്ളിടത്ത് മണിക്കണം അല്ലെ? ഇന്ന. പിന്നെ മദ് മുൻഫസിൽ, മദ് അതിന് ശേഷം എന്ത് വന്നു? ഹംസ വന്നു. രണ്ട് പദത്തിലായിട്ടാണ് വന്നത്. രണ്ട് പദത്തിലായി വന്നാൽ 4-5 ഹർക്കത്ത് നീട്ടൽ എന്താണ്? ഉത്തമമാണ് അല്ലെ? 2 ഹർക്കത്ത് നീട്ടിയാലും തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നാ അഅ്തൈനാക എന്നു ഓതാം, ഇന്നാ അഅ്തൈനാക ഒരു 2 ഹർക്കത്ത് നീട്ടിയും രണ്ടും ഓതാം. പിന്നെന്താ? അഅ്തൈനാക അയിന് ഓതുമ്പോ ശ്രദ്ധിക്കണം. അഅ്തൈനാക എന്ന് പറയരുത്, അഅ്തൈനാക എന്നും പറയരുത്, അഅ്തൈനാക എന്നാണ് പറയേണ്ടത്. പിന്നെന്താ ശ്രദ്ധിക്കാനുള്ളത്? താ ഉച്ചരിക്കുമ്പോ ശ്രദ്ധിക്കണം അല്ലെ? താ മാത്രമാണ് ഈ കൂട്ടത്തിൽ എന്ത് ചെയ്യേണ്ടത്? കനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരം.
ഐനും ശേഷമുള്ള നൂനും കാഫ് ഒന്നും കനപ്പിക്കരുത്. എന്ന് പറയരുത്, എന്ന് പറയരുത്. എങ്ങനെ പറയണം? മാത്രം കനപ്പിക്കുക, ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ നേർപ്പിക്കുക. ഇതിൽ റാ മാത്രമാണ് കനപ്പിക്കാനുള്ളത്. അൽ കൗസർ, കൗസർ എന്ന് പറയരുത്, കൗസർ അല്ല കൗസർ. ഫസല്ലി, ഇവിടെ സ്വാദിനെ മാത്രമാണ് കനപ്പിക്കേണ്ടത്. ഫസല്ലി എന്ന് പറയരുത് അല്ലെ. ഫസല്ലി എന്ന സ്വാദിനെ നേർപ്പിക്കും ചെയ്യരുത്. ഫസല്ലി എന്നും പറയരുത്. ഫസല്ലി റബ്ബിക, റാഇനെ കനപ്പിക്കാം. റബ്ബിക വൻഹർ, വൻഹർ അല്ലെ. ഇത് വൻഹർ എന്ന് പറഞ്ഞ അർത്ഥം മാറും. ഞാൻ ഓതിയപ്പോ അറിയാതെ വൻഹർ എന്ന് ഓതിപ്പോയി, ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. ഞാൻ ആദ്യം ഓതിയപ്പോ വൻഹർ എന്നാ ഓതിയത്, പിന്നെ അതുകൊണ്ടായത് രണ്ടിട്ട് ഓതിയത്. വൻഹർ എന്നാണ് ഓതേണ്ടത്. എന്ത് ഓതരുത്? വൻഹർ എന്ന് ഓതരുത്. ആ വാക്കിന്റെ അർത്ഥം തന്നെ വേറെയാണ്. വൻഹർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആട്ടിപ്പായിക്കുക എന്നാണ്, ആട്ടി ഓടിക്കുക. അത് യഥാർത്ഥത്തിലുള്ള അർത്ഥം. ഞാൻ പറഞ്ഞു വൻഹറിന്റെ അർത്ഥം, വൻഹറിന്റെ അർത്ഥമല്ല. വൻഹർ തെറ്റായ പദത്തിന്റെ അർത്ഥം എന്താണ്? ആട്ടി ഓടിക്കുക. അതെവിടെയുള്ളത്? ചെറിയ സൂറത്തിൽ തന്നെ ഉണ്ട്. എവിടെയുള്ളത്? അതല്ല, നഹർ എന്ന് പറഞ്ഞ പകൽ എന്നാണ്. അവിടെ അർത്ഥം എന്താ? ചോദിച്ചു വരുന്നതിന് നീ ആട്ടി അകറ്റരുത്, ആട്ടിപ്പായിക്കരുത് അല്ലെ. അത് ആ വാക്കാണെന്ത്? വൻഹർ. അതല്ല ഇവിടെ. ഇവിടെ എന്താ? വൻഹർ ഹാണ്, വൻഹർ. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. അപ്പൊ ഇതിലെന്താ ശ്രദ്ധിക്കാനുള്ളത്? ഇന്ന നൂനെ മണിക്കണം അല്ലെ. പിന്നെന്താ? പിന്നെ ഷാനിഅക ഹുവൽ അബ്തർ, പ്രത്യേകിച്ചൊന്നുമില്ല. കൽക്കലന്റെ അക്ഷരമാണ്. അബ്തർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അബ്തർ അല്ല, അബ്തർ എന്ന് പറയരുത്. എങ്ങനെ പറയണം? അബ്തർ എന്ന് തന്നെ പറയാം. അപ്പൊ ഇതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഖാന്റെ പ്രത്യേകത എന്താ? അറബിയിൽ ഏറ്റവും കനമുള്ള അക്ഷരമാണ് ഖാന്റെ അത്ര കനമുള്ള അക്ഷരം ഏതുമില്ല. നാവിന്റെ മധ്യഭാഗവും പിൻഭാഗവും രണ്ടും മേലോട്ട് ഉയർത്തി കനപ്പിച്ച് പറയണം. ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് കാര്യമില്ല അല്ലെ. തോന്നല്ല. ഇന്നാ അഅ്തൈനാകൽ കൗസർ. തായിനെ കനപ്പിക്കുമ്പോ ശേഷമുള്ള നൂനും കാഫൊന്നും കനക്കാൻ പാടില്ല. ഇപ്പൊ അതാ ഉണ്ടായത്. ഇപ്പൊ ചിലരൊക്കെ ഓതിയപ്പോ ബാക്കിയുള്ള കൂടി കനത്തു. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഫസല്ലി ലിറബ്ബിക വൻഹർ. സ്വാദിനെ കനപ്പിക്കുക. ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. അബ്തർ എന്ന് പറയരുത്, അതൊന്നും കനല്ലാത്ത അക്ഷരാണ്. അബ്തർ അല്ല, അബ്തർ. നേർപ്പിച്ച് ഉച്ചരിക്കാം. അബ്തർ.
ഇന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ. മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. ഫസല്ലി ലിറബ്ബിക വൻഹർ. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. എന്താണ് ഈ സൂറത്തിന്റെ അർത്ഥം, വാക്കർത്ഥങ്ങള്? ഇന്നാ അഅ്തൈനാക. എന്താ ഇന്ന എന്ന് പറഞ്ഞാൽ? തീർച്ചയായും നാം. ഇന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പ്ലസ് ന. ഇന്ന പ്ലസ് ന. ഇന്നന എന്നുള്ളതാണ് എന്താവണത്? ഇന്നാന്ന് ഷോർട്ടാക്കി പറയാണ്. ഇന്ന, ഇന്നന. ഇന്ന പറഞ്ഞാൽ തീർച്ചയായും, നാ എന്ന് പറഞ്ഞാൽ നാം. ഇന്ന തീർച്ചയായും നാം, തീർച്ചയായും നാം. അഅ്തൈന, അഅ്തൈന. എന്താ അഅ്ത യുഅ്തി എന്ന് പറഞ്ഞാൽ എന്താ? നൽകി എന്നാണ്. അഅ്ത നൽകി. അഅ്തൈന നാം, നാം നൽകി, നാം നൽകി. ക താങ്കൾക്ക് നൽകി, നാം താങ്കൾക്ക് നൽകി. ആരാണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. നൽകി എന്നുള്ളതിന് വേറൊരു പ്രയോഗം കൂടി അറബിയിലുണ്ട്, ഖുർആനിലൊക്കെ വന്ന വേറൊരു വാക്ക് കൂടി ഉണ്ട്. ആത, അല്ലേ? നിങ്ങൾ എന്നല്ലേ പറഞ്ഞേ? ആത യുഅ്തി വയുഅ്തൂന സക വആത സക. ഇവിടെ എന്താ അർത്ഥം? നൽകി. ഇവിടെ എന്തുകൊണ്ട് ആത്ത എന്ന് പറയാതെ ആത്ത എന്ന് പറഞ്ഞു? അതിൽ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അതിന്റെ ഹിക്മത്ത് എന്താണെന്നുള്ള വിഷയത്തിൽ. ഇൻഷാ അല്ലാഹ് തഫ്സീർ പറയുമ്പോൾ നമുക്ക് പറയാം. രണ്ടിന്റെ അർത്ഥം തന്നെയാണ് നൽകി. അഅ്തൈനാക നാം താങ്കൾക്ക്, തീർച്ചയായും നാം താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. അൽ കൗസർ, അൽ കൗസർ നൽകിയിട്ടുണ്ട്. കൗസർ ധാരാളം നൽകിയിട്ടുണ്ട്. ധാരാളം, ധാരാളം എന്ന് പറഞ്ഞ ഒരു പേരാക്കി പറയാണ്. ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് ആ വാക്കിന്റെ ഉദ്ദേശം, അതിന്റെ തഫ്സീർ എന്താണെന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. മുഫസ്സിരീങ്ങൾക്കിടയിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു അർത്ഥമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ റസൂൽ പഠിപ്പിച്ച അർത്ഥം? എന്താ? ഈ സൂറത്ത് അവതരിപ്പിച്ച ഹദീസ് നമ്മൾ പറഞ്ഞില്ലേ? സൂറത്ത് അവതരിച്ച ഹദീസ് പറഞ്ഞപ്പോൾ റസൂൽ തന്നെ പറഞ്ഞല്ലോ, കൗസർ എന്താണ് നിങ്ങൾക്ക് അറിയുമോ? അപ്പൊ എന്താ പറഞ്ഞേ? നഹ്റുൻ, നഹ്റുൻ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഒരു പുഴയാണ്, ഒരു നെഹ്റാണെന്ന് പറഞ്ഞു. അപ്പോ അതാണ് കൗസറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അർത്ഥം. അത് തന്നെയാണ് ഏറ്റവും ശരി. ആ അർത്ഥത്തെ തെറ്റാക്കുന്ന, ആ അർത്ഥത്തെ എന്താ പറയാ, അതിനെ നിരാകരിക്കുന്ന വേറെ അർത്ഥങ്ങളൊന്നും എന്തായാലും എന്തല്ല, ശരിയല്ല. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. ഫസല്ലി ലിറബ്ബിക വൻഹർ. അപ്പോ താങ്കൾക്ക് നാം കൗസർ നൽകിയിട്ടുണ്ട്. എന്താ ഫ? അപ്പോൾ, അതുകൊണ്ട്. അപ്പൊ മുമ്പുള്ള കാര്യമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ശേഷം പറയാൻ പോകുന്ന കാര്യത്തിന് മുമ്പ് പറഞ്ഞ കാര്യവുമായി ബന്ധമുണ്ട്. താങ്കൾക്ക് നാം കൗസർ നൽകിയത് കൊണ്ട്, അതാണ് ഫ. അങ്ങനെ കൗസർ നൽകിയതിനാൽ സല്ലി, എന്ത് ചെയ്യണം? നീ നിസ്കരിക്കണം, നിങ്ങൾ നിസ്കരിക്കണം. ലിറബ്ബിക, നിന്റെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കണം. എന്തുകൊണ്ട് ലില്ലാഹി എന്ന് പറഞ്ഞില്ല? അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണം എന്ന് പറയുന്നത്. ലിറബ്ബിക, റബ്ബ് എന്ന നാമം തിരഞ്ഞെടുത്തു. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാം. പിന്നെ ലിറബ്ബിക വൻഹർ, പിന്നെ എന്തും വേണം? അറവ് നടത്തുകയും വേണം. വൻഹർ എന്നുള്ളതിന് വേറെയും അർത്ഥങ്ങൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അപ്പം അതുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും, രക്ഷിതാവിന് വേണ്ടി എന്ത് ചെയ്യാ? ഇവിടെ ലിറബ്ബിക എന്നുണ്ട്, നമ്മൾ കരുതണം. ഫസല്ലി ലിറബ്ബിക വൻഹർ ലിറബ്ബിക, നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ എന്ത് ചെയ്യണം? അറവ് നടത്തുകയും ചെയ്യുക. ഇന്ന ശാനിഅക, ഇന്ന തീർച്ചയായും, ശാനിഅക എന്താ? ശന എന്ന് പറഞ്ഞാൽ ശന എന്ന് പറഞ്ഞാൽ അബ്ഗള എന്നർത്ഥം. വെറുപ്പ് വെച്ച് പുലർത്തുക, വെറുക്കുക, നിന്നെ വെറുക്കുക, നിന്നോട് ദേഷ്യമുള്ളവർ, നിന്നെ വെറുക്കുന്നവർ. ഷാനി എന്ന് പറഞ്ഞ ഷനഅന്റെ ഇസ്മു ഫായിലാണ്. ഷന എന്ന് പറഞ്ഞ വാക്കിന്റെ ആ പ്രവൃത്തി ചെയ്യുന്നവൻ. ഉദാഹരണം പറഞ്ഞ കതബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കതബ എന്താ അർത്ഥം?
എഴുതി. എഴുതുന്നവൻ എങ്ങനെ പറയാം? കാത്തിബ്. അതുപോലെയാണ് ഷന എന്നുള്ളതിന്റെ ഫാഇൽ രൂപം ഷാനി. ഷാനി എന്ന് പറഞ്ഞാൽ വെറുപ്പുള്ളവൻ, നിന്നോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നവൻ. ക എന്ന് പറഞ്ഞാൽ എന്താ? നിന്നോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നവൻ, നിന്നോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവൻ. ഇന്ന ഷാനിഅക, അവൻ എന്താണ്? ഹുവൽ അബ്തർ, അവൻ തന്നെയാണ് അൽ അബ്തർ, അവൻ തന്നെയാണ് അബ്തർ. എന്താ അബ്തർ എന്ന് പറഞ്ഞാൽ? ബത്തറ എന്ന് പറഞ്ഞാൽ മുറിക്ക എന്നർത്ഥം. ബത്തറ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മുറിക്ക. അബ്തർ എന്ന് പറഞ്ഞാൽ വാലറ്റവൻ എന്നാണ് അർത്ഥം. വാലറ്റവൻ. അറബികൾ സാധാരണ അബ്തറിന് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ, ഒരാൾക്ക് ആൺമക്കളൊന്നും ഇല്ലെങ്കിൽ അവർ പറഞ്ഞു അവൻ അബ്തറ എന്ന് പറയും. കാരണം അവന്റെ സ്മരണയും അവനെ കുറിച്ചുള്ള അവന്റെ സൽപ്പേരും അവന്റെ ഓർമ്മയും ഒക്കെ സമൂഹത്തിൽ നിലനിർത്താൻ പിന്നെ ആൾക്കാരില്ല, ഒക്കെ മുറിഞ്ഞുപോയി. പിന്നെ ഓൻ വിസ്മരിക്കപ്പെട്ടു. ചരിത്രത്തിൽ അങ്ങനെ ആളെ കുറിച്ച് തന്നെ പിന്നെ പറച്ചിലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കത്തെ മുശ്രിക്കീങ്ങൾ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വിഷയമാണെന്ത്? റസൂലുള്ളാഹിക്ക് ആൺമക്കളില്ലല്ലോ. ആൺമക്കളൊക്കെ ചെറുപ്പത്തിൽ എന്ത് ചെയ്തു? മരിച്ചുപോയി. അപ്പൊ ആൺമക്കളില്ല. ഓൻ മരിക്കുന്നതോട് കൂടി ഓന്റെ കാര്യം എന്ത് ചെയ്യും? അത് കഴിയും. പിന്നെ ഓനെ കുറിച്ചൊന്നും ആലോചിക്കാൻ ഉണ്ടാവില്ല എന്ന് മക്കത്തെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി എന്ത് ചെയ്യാണ്? ദിഫാ ചെയ്യണം, പ്രതിരോധിക്കുകയാണ്. അല്ല, നിന്നെ ആരാണോ വെറുക്കുന്നത് അവർ തന്നെയാണെന്ത്? വാലറ്റ് പോയവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. അപ്പം ഇതില് പിന്നെ അൽ കൗസർ എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീർ എന്നാണ് അർത്ഥം. അൽ ഖൈറു അൽ കസീർ, ധാരാളമായ നന്മകൾ, ധാരാളമായ നന്മകൾ. പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് വെള്ളം കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന പിന്നെ സ്വർഗത്തിലെ ആ പിന്നെ എന്തിനു പറയും? ആ നെഹ്റിന്, ആ പുഴക്ക് അൽ കൗസർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാമകരണം ചെയ്തിട്ടുണ്ട്. ഫൗഅൽ എന്നാണ് വസ്ന്. എന്താണ് ഇവിടെ നമ്മൾ കൗസർ എന്ന് പറയുമ്പോൾ ഈ വാക്കിന് ഭയങ്കര ഒരു അർത്ഥമുണ്ട്. ഒന്ന്, ഈ വാക്ക് ഉണ്ടായത് എവിടുന്ന് അറിയോ? ഈ വാക്ക് ഉണ്ടായത് കെസുറ എന്ന് പറഞ്ഞ വാക്കുന്നാണ്. എന്താണ് കെസുറ? കെസുറ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ധാരാളമായി എന്നർത്ഥം. എന്നിട്ട് ഇതിനെ ഫൗഅൽ എന്ന് പറഞ്ഞ രൂപത്തേക്ക് മാറ്റി. ആ വാക്കിനെ എങ്ങോട്ട് മാറ്റി? ഫൗഅൽ. കെസുറന്റെ ഫൗഅൽ രൂപാണെന്ത്? കൗസർ. ഈ ഫൗഅൽ എന്ന് പറഞ്ഞ രൂപത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സംഗതി ധാരാളം ആണ് എന്ന് വാക്ക് അർത്ഥം കിട്ടാനാണ് രൂപത്തേക്ക് മാറ്റുക. മനസ്സിലായോ? ഒരു സംഗതി ധാരാളമായി ഉണ്ട് എന്ന അർത്ഥം കിട്ടാനാണ് ഏതെങ്കിലും ഒരു വാക്കിനെ ഫൗഅൽ രൂപത്തിലേക്ക് മാറ്റുക. അപ്പൊ കെസുറ എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം. ധാരാളം എന്ന് പറഞ്ഞ അർത്ഥമുള്ള വാക്കിനെ പിന്നെയും ധാരാളം എന്ന അർത്ഥം കിട്ടുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തു? മാറ്റി. അപ്പൊ ഡബിൾ ധാരാളം. മനസ്സിലായോ? ധാരാളം. അതാണ് കൗസർ എന്ന വാക്ക്. അപ്പൊ അള്ളാഹു പറയാണെന്ത്? പ്രവാചകരെ, നിങ്ങൾക്ക് ധാരാളമായി, അല്ലെ? മലയാളത്തിൽ രണ്ടിട്ടും ധാരാളം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ധാരാളമായി എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. ധാരാളമായി ഖൈറുകൾ, നന്മകൾ നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പിന്നെന്താ? വൻഹർ എന്ന് പറഞ്ഞാൽ ഇസ്ബഹ് എന്നാണ് വാക്കിന്റെ അർത്ഥം, അല്ലെ? എന്താണ്? ദബഹ പറഞ്ഞാൽ അറവ് നടത്തുക. പക്ഷെ നഹറ എന്നുള്ള വാക്കിന് വേറെ പ്രത്യേകത ഉണ്ട്. പിന്നെ ശരിക്ക വാക്കിന്റെ അടിസ്ഥാന അർത്ഥം എന്താ വെച്ചാൽ അറവല്ല, നെഞ്ച് എന്നുള്ള അർത്ഥം. കഴുത്തും നെഞ്ചും ഒക്കെ അടങ്ങുന്ന ഭാഗത്തിനാണ് ശരിക്കും എന്ത് പറയാ? നെഹർ എന്ന് പറയാം. നെഹർ, ഈ ഭാഗത്തിനാണ് ശരിക്ക് നെഹർ എന്ന് പറയാം. പിന്നെ മറ്റേ ഒട്ടകത്തെ അറക്കണീന് അറബികൾ എന്ത് പ്രയോഗിച്ചു? നെഹർ എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് ചെയ്തത് ഒട്ടകത്തെ അറക്കണീന്. എന്താ കാരണം? ആ യൗമുൻ നഹർ എന്ന് പറയും. അത് ഈ ഒട്ടകത്തെ അറുക്കുന്ന ദിവസം എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയണത്. അപ്പൊ എന്തുകൊണ്ടാണ് അറബികൾ ഒട്ടകത്തെ അറുക്കണേന് നെഹർ എന്ന വാക്ക് ഉപയോഗിച്ചത്? കഴുത്തിനും നെഞ്ചിനും ഒക്കെ പറയുന്ന മുൻഭാഗം, അതിന് പറയുന്ന വാക്ക് എന്തിന് അറബിന് ഉപയോഗിക്കുന്നു? അതിന്റെ കാരണം എന്താ? ഒട്ടകത്തെ അറുക്കൽ എങ്ങനെ? നെഞ്ചത്ത് കുത്തിയിട്ടാണ്. കഴുത്തിന്റെ നെഞ്ചിന്റെ ആ ഭാഗത്ത് കത്തി കുത്തി ഇറക്കിയിട്ടാണ് ഒട്ടകത്തെ അറക്കുക. നമ്മൾ ബാക്കിയുള്ളതിനെ അറക്കണ മാതിരി കൗത്തിലെല്ലാം അറക്കുക. അപ്പൊ ഒട്ടകത്തിന്റെ നെഹറിന്റെ ഭാഗത്താണ് ഒട്ടകത്തിനെ അറക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തു? അറബികൾ ഒട്ടകത്തെ അറക്കുന്നതിനെ കുറിച്ച് നെഹർ എന്ന പദം പ്രയോഗിച്ചു. ഇനി ഒട്ടകത്തെ അറക്കണിനെ കുറിച്ചാണ് സാധാരണ പറയുമെങ്കിലും മൊത്തത്തിൽ അറക്കണിനെ കുറിച്ചും അറബികൾ പിന്നെന്ത് ചെയ്യാൻ തുടങ്ങി? നെഹർ എന്ന പദം ഉപയോഗിച്ച് വരാൻ തുടങ്ങി. അപ്പൊ അടിസ്ഥാനപരമായ വാക്കിന്റെ അർത്ഥം എന്താ? നെഞ്ച് എന്നുള്ള അർത്ഥമാണ്. പിന്നെ
ഒട്ടകത്തെ അറുക്കലാണ് പ്രബലമായ അതിന്റെ ഉദ്ദേശം. എന്നാൽ മൊത്തത്തിലും എന്ത് ചെയ്യും, അറവ് അർത്ഥത്തിലും അത് പ്രയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ ഷാനി എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞു അല്ലെ, മുബ്ഗിദ് വെറുപ്പുള്ളവൻ, വെറുപ്പ് ബുഗ്ളുള്ളവൻ, പിന്നെ ബുഗ്ള് വെച്ച് പുലർത്തുന്നവൻ, ശത്രുതയുള്ളവൻ എന്നാണ് അർത്ഥം. അബ്തർ എന്ന് പറഞ്ഞാലും ബത്തറ എന്ന് പറഞ്ഞാൽ മുറിയുക എന്നുള്ള വാക്കിനാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നന്മകൾ മുറിഞ്ഞു പോയവൻ, ഖൈറുകൾ മുറിഞ്ഞു പോയവൻ എന്നാണ് അതിന്റെ ആശയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണെന്ത്, പിന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, താങ്കൾക്ക് നാം സ്വർഗത്തിൽ കൗസർ എന്ന നദി നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോ പറഞ്ഞല്ലോ. പിന്നെ വേറെ ഹദീസ് നമുക്ക് കാണാം, ഇതേ ആശയത്തിൽ വേറെ ഹദീസ് കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ലമ്മ ഉരിജ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല സമാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശ ലോകത്തേക്ക് മിഅറാജിന് കൊണ്ടുപോയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് പറയാണ്, എന്താ പറഞ്ഞത്, ഉതീതു അലാ നഹ്രിൻ, ഞാനൊരു പുഴയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി, ഒരു പുഴയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകപ്പെട്ടു. ഹാഫതാഹു ഖുബാബുൽ ലുഅ്ലുഇ മുജവ്വഫ, അതിന്റെ രണ്ട് തീരങ്ങളിലും, ആ പുഴയുടെ രണ്ട് തീരങ്ങളിലും പിന്നെ ഉള്ളു പൊള്ളയായ മുത്തുകൾ കൊണ്ടുള്ള പിന്നെ കുബ്ബകളുണ്ട്. കുബ്ബകൾക്ക് മലയാളത്തിൽ എന്തോ ഒരു വാക്ക് പറയല്ലോ, ഈ പള്ളിന്റെ മേലൊക്കെയുള്ള കുബ്ബക്ക് എന്തോന്ന് പറയല്ലോ, എന്താ പറയല്, അല്ല മിനാരല്ല, കുബ്ബക്ക് പറയല്ലോ, എന്തോ ഒരു വാക്കുണ്ടല്ലോ, താഴികക്കുടം. അതാണ് താഴികക്കുടം. അപ്പൊ താഴികക്കുടങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഉള്ളു കാലിയായ മുത്തുകൾ കൊണ്ടുള്ള താഴികക്കുടങ്ങൾ എവിടെ ഉണ്ട്? പുഴയുടെ രണ്ട് വശങ്ങളിലും ഉണ്ട്. ഈ നെഹ്റുൽ കൗസറിന്റെ പ്രത്യേകതയാണ്, അതിനങ്ങനെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പൊ റസൂലുള്ളാഹി പറയുന്നു, ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, മാ ഹാദാ യാ ജിബ്രീൽ, ഇതെന്താണ് ജിബ്രീൽ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹാദൽ കൗസർ, ഈ പുഴയാണ് അൽ കൗസർ എന്ന് ജിബ്രീൽ പറഞ്ഞു കൊടുത്തു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിലും ഇതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചു. അപ്പൊ എന്താണ് ചിരിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പനാർ എനിക്ക് ഒരു സൂറത്ത് ഇറങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, കൗസർ എന്താ നിങ്ങൾക്ക് അറിയോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, സ്വർഗത്തിൽ എന്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്ത ഒരു ഹൗലാണത് എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആനിയതുഹു അദദുൻ നുജൂം, ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കി എന്തുണ്ട്, അതിൽ പാത്രങ്ങളുണ്ട്. ഫയുഖ്തലജുൽ അബ്ദു മിൻഹും, അവർ ആ പിന്നെ കൗസറിൽ നിന്ന്, അതായത് ആ പുഴയിൽ നിന്ന് ആണ് ഒരു ഹൗല് വരുന്നത്. ചില ഹദീസിൽ കാണാൻ സാധിക്കും മീസാബാൻ, ആ പുഴയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് പിന്നെ മീസാബ് പറഞ്ഞാല് രണ്ട് ചാലുകൾ എങ്ങോട്ട് ഒഴുകുന്നുണ്ട്, അർളുൽ ഖിയാമ, നാളെ പരലോകത്ത് വിചാരണക്ക് നടക്കുന്ന ഖിയാമത്തിലേക്ക് രണ്ട് ചാലുകൾ ഒഴുകുന്നുണ്ട്. രണ്ട് ചാനൽ എന്നൊക്കെ പറയാം, രണ്ട് സ്ഥലങ്ങൾ. എന്നിട്ട് അതിലൂടെ എന്ത് ചെയ്യും, ആ പുഴയിൽ നിന്ന് വെള്ളം ഈ ഹൗലുൽ കൗസറിലേക്ക് വരും. അപ്പൊ കൗസർ വേറെയാണ്, ഹൗലുൽ കൗസർ വേറെയാണ്. ഹൗലുൽ കൗസർ ഉള്ള ഇവിടെ ഖിയാമത്തിലാണ്, പരലോകത്താണ്. മറ്റതുള്ളത് അവിടെ, കൗസർ ഉള്ളത് അവിടെ സ്വർഗത്തിലാണ്. അപ്പം സിറാത്തിന്റെ മുമ്പാണ് ഹൗലുൽ കൗസറിന് എന്ത് ചെയ്യാ, സിറാത്ത് പാലം കടക്കണതിന്റെ മുമ്പ് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും, വിശ്വാസികൾക്ക് അല്ലാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൗലുൽ കൗസറിന് കുടിക്കാൻ തൗഫീഖ് ലഭിക്കും. അപ്പോ ആ ഹൗലുൽ കൗസറിലേക്ക് വെള്ളം വരുന്നത് സ്വർഗത്തിലെ നെഹ്റുൽ കൗസറിൽ നിന്നാണ്. ആ നെഹ്റുൽ കൗസറിനെ കുറിച്ച് പിന്നെ അപ്പൊ ആ ഹൗലുൽ കൗസറിനെ കുറിച്ച് റസൂലുള്ളാഹി പറയാണെന്ത്, ആ ഹൗലുൽ കൗസറിൽ എന്തുണ്ട്, അദദുൻ നുജൂം, ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കെയുള്ള പാത്രങ്ങൾ ഹൗലുൽ കൗസറിലുണ്ട്. ഫയുഖ്തലജുൽ അബ്ദു മിൻഹും, അവരുടെ കൂട്ടത്തിൽ ചില അടിമകൾ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും, തടയപ്പെടും. അപ്പോ അപ്പൊ ഞാൻ പറയും, റബ്ബി ഇന്നഹു മിൻ ഉമ്മത്തി, അല്ലാഹ് എന്റെ റബ്ബേ, അവൻ എന്റെ ഉമ്മത്തിൽപ്പെട്ടവനാണല്ലോ, ആ മാറ്റി നിർത്തപ്പെട്ടവൻ എന്റെ ഉമ്മത്തിൽപ്പെട്ടവനാണല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും, മാ തദ്രി മാ അഹ്ദസത് ബഅദക, നിനക്ക് ശേഷം അവർ എന്തൊക്കെ പുതുതായി ഉണ്ടാക്കി, എന്തൊക്കെ മാറ്റങ്ങൾ അവർ വരുത്തിയ പ്രവാചകരെ നിങ്ങൾക്കറിയുകയില്ല. ഈ ഹദീസിനെ പല രൂപത്തിൽ പണ്ഡിതന്മാര് പിന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് പറഞ്ഞത്, പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകൾ, മുർത്തദ്ദീങ്ങൾ, അവരെന്ത് ചെയ്താണ്, റസൂലുള്ളാഹി മരിച്ചതിന് ശേഷം മുർത്തദ്ദായി പോയ ഒരുപാട് ആളുകളുണ്ട് അല്ലെ. റസൂലുള്ളാഹിന്റെ കാലത്ത്, റസൂൽ ജീവിച്ച സമയത്ത് ഒരു മുസ്ലിങ്ങളായിരുന്നു. പല നാട്ടുകാരെന്ത് ചെയ്യും, ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ കൂട്ടി അവരോട് യുദ്ധം ചെയ്തു. അപ്പൊ ആ മുർത്തദ്ദീങ്ങളെ ഉദ്ദേശിച്ചാണ്
ഇത് പറഞ്ഞത്. റസൂലുള്ള ജീവിച്ചിരിക്കെ അവരൊക്കെ എന്താ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. പക്ഷെ റസൂല മരിച്ചതിന് ശേഷമാണ് അവരെന്ത് ചെയ്തത്, മുർത്തദായി. അപ്പൊ അവരോട് ഉദ്ദേശിച്ച് പറഞ്ഞാന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല ബിദ്അത്തുകൾ, ദീനിലേക്ക് പുതിയ ആശയങ്ങൾ, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ കുഫ്രിയായ ആശയങ്ങളും വ്യതിയാനങ്ങളും അല്ലാത്ത ബിദ്അഇയായ, കുഫറിലേക്ക് എത്തൂല എന്നാൽ ആശയ വ്യതിയാനങ്ങളാണ്, അഖീദയിലുള്ള പിഴവുകളാണ്, മൻഹജിലുള്ള പിഴവുകളാണ്. അങ്ങനത്തെ പിഴവുകൾ ദീനിൽ കൊണ്ടു നടന്ന ആളുകളാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ആശയം തന്നെയാണ്. അവിടെ മൊത്തത്തിലുള്ള ആശയം എന്താ? റസൂലുള്ളാഹിക്ക് ശേഷം ദീനിൽ മാറ്റം വരുത്തി, റസൂലുള്ളാഹിക്ക് ശേഷം പുതിയ ആശയങ്ങൾ, പുതിയ കാര്യങ്ങൾ ദീനിന്റെ ഭാഗമായി കൊണ്ടുവന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് പരലോകത്തുനിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുനിന്ന് ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ തൗഫീഖ് ലഭിക്കുകയില്ല. അള്ളാഹു നമ്മെ വ്യതിയാനങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് പിന്നെ പറയാണ്, അപ്പൊ പിന്നെ ഈ കൗസർ എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? അതൊക്കെ എന്താണ്? പരലോകത്തുള്ള ആ നദിയും അതുപോലെ ആ നദിയിൽ നിന്ന് വരുന്ന ആ ഹൗദും ഒക്കെയാണെന്നാണ് മനസ്സിലാവുക. എന്നാൽ കൗസറിന്റെ വിഷയത്തിൽ 6 കൗലുകൾ മുൻഗാമികൾക്കിടയിലുണ്ട്. ഒന്ന് ഇതന്നെയാണ്, സ്വർഗത്തിലുള്ള ഒരു പുഴയാണ്. മറ്റൊന്ന് കൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഖൈറുൽ കസീറുല്ലദീ ഉഅതിയ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിക്ക് ലഭിച്ച ധാരാളം ഖൈറുകൾ, അതാണെന്ത്? കൗസർ. അപ്പൊ ഹൗദുൽ കൗസർ അതിൽ പെടും. അതിൽ ഒന്ന് മാത്രമാണെന്ത്? ഹൗദുൽ കൗസർ. പിന്നെയോ മൂന്നാമത്തെ അഭിപ്രായം അൽ ഇൽമു വൽ ഖുർആൻ, അത് ഇൽമും ഖുർആനുമാണ്. ഹസനുൽ ബസ്രി റഹിമഹുള്ളയാണ് അഭിപ്രായം പറഞ്ഞത്. നാലാമത്തെ നുബുവത്താണ്, ഇക്രിമ റഹിമഹുള്ള പറഞ്ഞ അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ ഹൗലാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈ നെഹ്ർ എന്ന് പറയാതെ എന്ത് പറഞ്ഞു? പരലോകത്തെ ഹൗലാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആറാമത്തത് ഈ ഉമ്മത്തിൽ ധാരാളം ആളുകൾ ഉണ്ടാവുക. അപ്പൈനാക്കൽ കൗസർ, ഈ ഉമ്മത്തിൽ പ്രവാചകരെ നിങ്ങൾക്ക് എന്ത് ചെയ്തു? ധാരാളം അനുയായികളെ നിങ്ങൾക്ക് നാം നൽകും, അങ്ങനെ നൽകി എന്ന അർത്ഥത്തിൽ അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരെയും കാണാൻ സാധിക്കും. ഇതൊക്കെ സ്വഹാബത്തും താബീങ്ങളൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളാണ്. അതില് പിന്നെ പല പണ്ഡിതന്മാരും ഇതിൽ പല അഭിപ്രായങ്ങളെയും സ്വീകരിച്ചത് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് എന്ത് പറഞ്ഞത് അറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഒരു അദ്ദേഹത്തിന്റെ ഒരു കൗല് കാണാൻ സാധിക്കും, സ്വർഗത്തിലെ അരുവിയാണ്, അല്ലെ പുഴയാണ്. മറ്റൊരു കൗല് കാണാൻ സാധിക്കും, റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ട ധാരാളം ഖൈറുകളാണ്. അപ്പൊ ഇത് ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഈ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നത് സഈദ് ഇബ്നു ജുബൈർ, താബിഈവര്യനായ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളാഹ്. അപ്പൊ ഇത് കേട്ട ഈ സഈദ് ഇബ്നു ജുബൈറിൽ ഇത് കേട്ട ആള് ചോദിക്കാണ്, തബൗതാബി ചോദിക്കാണ് അദ്ദേഹത്തോട്, അപ്പൊ ആളുകളൊക്കെ അത് സ്വർഗത്തിലുള്ള നദിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇതെങ്ങനെയാണ് ശരിയാവുക എന്നർത്ഥത്തിൽ ചോദിച്ചു. അപ്പൊ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുള്ളാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് ലഭിച്ച ധാരാളം ഖൈറുകളിൽ പെട്ടതാണ് അന്നഹറുല്ലദീ ഫിൽ ജന്ന മിനൽ ഖൈരില്ലദീ അതാ അല്ലാഹു ഇയ്യാ. റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകിയ ധാരാളം ഖൈറുകളിൽ പെട്ടതാണെന്ത്? സ്വർഗത്തിലുള്ള ആ നദി. അപ്പൊ ഇത് എതിരാകുന്നില്ല എന്ന് അദ്ദേഹം അതിനെ വിശദീകരിച്ചു കൊടുത്തത് കാണാൻ സാധിക്കും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ റസൂലുള്ളാഹിക്ക് നൽകിയ എല്ലാ ഖൈറുകളും അതിന്റെ ഭാഗമാണ് എന്ന രൂപത്തിൽ വിശദീകരിച്ചവരാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? സ്വർഗത്തിലുള്ള ഈ നദി എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ ആ ആയത്തിന്റെ പ്രഥമമായ ഉദ്ദേശം തന്നെയാണ് സ്വർഗത്തിലെ നദി തന്നെയാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന് ലഭിച്ച എല്ലാ ഖൈറുകളും അതിന്റെ ഭാഗമായിരിക്കാൻ അതിൽ തെറ്റൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്താണ് കൗസർ എന്ന് പേര് വരാനുള്ള കാരണം? കൗസർ, ഈ കൗസർ എന്ന നദിക്ക് കൗസർ എന്നുള്ള പേര് വരാനുള്ള കാരണങ്ങൾ എന്താണ്? അതില് കാരണങ്ങൾ ഈ കൗസറിന്റെ വിശേഷണങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കൗസറിൽ എന്തുണ്ട്? ധാരാളം, അതിന്റെ വലിപ്പം, ധാരാളം വെള്ളമുണ്ട്. കാരണം അത്രയും മസീറത്തു ഷഹർ, അല്ലെ, ഒരു മാസത്തെ വഴിദൂരം ആ നദിക്കുണ്ടെന്നാണ്, ആ ഹൗലിനുണ്ടെന്നാണ്. അപ്പൊ അത്രയും എന്താ പറയാ, വിശാലതയുള്ള ഹൗലാണ് ഹൗദുൽ കൗസർ. പിന്നെ അതിലെ വെള്ളവും പിന്നെ അതിന്റെ മഹത്വം വളരെ വലുതാണ്. അതിന്റെ വിശേഷണങ്ങൾ വലുതാണ്. അതിലുള്ള പിന്നെ പാത്രങ്ങൾ, പാനപാത്രങ്ങൾ, കോപ്പകൾ, അതൊക്കെ എല്ലാം ധാരാളം ഉണ്ട് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ എല്ലാം ധാരാളം ആയതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? ധാരാളം എന്ന അർത്ഥമുള്ള വാക്ക് എന്ന പേര് അതിന് വന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ നൽകിയല്ലോ. അപ്പൊ ഈ ധാരാളം ഖൈറുകൾ നൽകിയിട്ടുണ്ട് പ്രവാചകരെ താങ്കൾക്ക്. അതുകൊണ്ട് അതിനുള്ള ശുക്ർ എന്നോണം, അല്ലെ, ആ ഖൈറുകൾക്കുള്ള ശുക്ർ എന്നോണം നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുള്ള നന്ദി എന്നോണം താങ്കൾ എന്ത് ചെയ്യണം? താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യണം
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. അപ്പൊ ഇവിടെ പിന്നെ ഈ ഫസല്ലി നിസ്കരിക്കുക എന്ന് പറഞ്ഞ ഏത് നിസ്കാരമാണ്? അത് ഈദ് നിസ്കാരമാണ്, സ്വലാത്തുൽ പിന്നെ ബലിപെരുന്നാൾ നിസ്കാരമാണ്, മുസ്ദലിഫിലെ നിസ്കാരമാണ്, 5 വക്ത് ഫർള് നിസ്കാരങ്ങളാണ് എന്നൊക്കെ എന്തുണ്ട് പണ്ഡിത ലോകത്ത് അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം നമ്മൾ ചുരുക്കി വേറൊരു ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താന്ന് വെച്ചാൽ എന്താണ്, എല്ലാ നിസ്കാരവും അതിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. പിന്നെ ഇതില് ഈ ബലിപെരുന്നാളിന്റെ നിസ്കാരമാണ്, മുസ്ദലിഫിലെ നിസ്കാരമാണ് എന്നൊക്കെ പറയുന്ന അതൊക്കെ പറയാനുള്ള കാരണം എന്താ അറിയോ? സ്വലാത്തും നഹറും ഒരുമിച്ച് വന്നു, നിസ്കാരവും അറവും ഒരുമിച്ച് പറഞ്ഞു. അപ്പൊ ഇത് ഒരുമിക്കുന്ന സ്ഥലങ്ങളാണെന്ത്? ബലിപെരുന്നാളിന്റെ അന്നും ഹജ്ജിന്റെ സമയത്തൊക്കെ. അപ്പൊ അത് രണ്ടും ഒരുമിച്ച് വരുന്ന സമയം ആയതുകൊണ്ട് അത് രണ്ടും ചേർത്ത് അതാണ് ഇതിന്റെ ഉദ്ദേശമെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് ശരിയായ അഭിപ്രായം, എല്ലാ നിസ്കാരവും എല്ലാ ബലിയും ഇതിൽ അകപ്പെടും. അതിന് അദ്ദേഹം അതാണ് ശരി എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം റസൂലുള്ളാഹിക്ക് നൽകിയ ധാരാളം ഖൈറുകൾക്ക് ഉള്ള ശുക്രെന്നോണമാണ് നിസ്കരിക്കാനും ബലിയിറക്കാനും പറഞ്ഞത്. അപ്പൊ അത് ബലിപെരുന്നാളിന്റെ നിസ്കാരം മാത്രമാണോ ശുക്ർ? അല്ലല്ലോ. ഹജ്ജിന്റെ നിസ്കാരം മാത്രമാണോ ശുക്ർ? അല്ല. എല്ലാ നിസ്കാരവും എല്ലാ അറിവും എന്ത് തന്നെയാണ്? ശുക്ർ തന്നെയാണ്. അപ്പൊ അതൊക്കെ ഇതിന്റെ ഉള്ളിൽ അപ്പൊ എല്ലാ നിസ്കാരവും പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ന് ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ വൻഹർ എന്ന് പറഞ്ഞാൽ അറവ് നടത്തുക. നമ്മൾ പറഞ്ഞത് നഹർ എന്ന വാക്കിന്റെ അടിസ്ഥാന അർത്ഥം എന്താണ്? അടിസ്ഥാന അർത്ഥം എന്താ? അറവല്ല, നെഞ്ച് അല്ലെ, നെഞ്ച് എന്നുള്ള അർത്ഥമാണ്. ആ അർത്ഥം എടുത്തുകൊണ്ട് ഈ ആയത്തിനെ വേറെ രൂപത്തിൽ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഈ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലുള്ള സ്വഹാബിമാരും താബീങ്ങളൊക്കെ വൻഹർ എന്ന് പറഞ്ഞ വാക്കിയെ കൊടുത്ത അർത്ഥം എന്താ അറിയോ? അതിനെ വിശദീകരിച്ച് എങ്ങനെ വെച്ചാൽ വദ്ഉൽ യുംന അലൽ യുസ്റാ ഇൻദൻ നഹ്രി ഫിസ് സ്വലാ, നെഞ്ചിന്റെ ഭാഗത്ത് വലത് കൈ ഇടത് കൈക്ക് മേലെയായി നെഞ്ചിൽ വെക്കുക. മനസ്സിലായോ? നിസ്കാരത്തിൽ നെഞ്ചിമ്മൽ എന്ത് ചെയ്യാ? ഇടത്തെ കൈയിന്റെ മേലെ വലത്തെ കൈ നഹ്റിൽ നെഞ്ചിൽ വെക്കുക എന്ന് വൻഹർ എന്നുള്ളതിനെ അലി റളിയല്ലാഹു അൻഹു പോലെയുള്ള, അതുപോലെ തന്നെ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ വിശദീകരിച്ച് കാണാൻ സാധിക്കും. പിന്നെ അപ്പൊ നിസ്കാരം, അപ്പൊ പിന്നെ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്താ? നിസ്കരിക്കുക, നിസ്കരിക്കുമ്പോ കൈ എവിടെ വെക്കുക? നെഞ്ചിൽ വെക്കുക. നിസ്കരിക്കുമ്പോൾ കൈ നെഞ്ചിൽ വെക്കുകയും ചെയ്യുക എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ നെഞ്ചെന്നുള്ളതാണ് നഹറിന്റെ അടിസ്ഥാന അർത്ഥം എന്നതിനെ പരിഗണിച്ചുകൊണ്ട് മറ്റു പലരും പറഞ്ഞു റഫ്ഉൽ യദൈനി ബിത്തക്ബീർ ഇല നഹർ, നിസ്കാരത്തിന് തക്ബീർ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കഴുത്തിന്റെ നെഞ്ചിന്റെ ഒക്കെ ഏതാണ്ട് ആ സ്ഥലം വരെ ഉയർത്തല്ലോ, ആ ഉയർത്തലാണ് അതിന്റെ ഉദ്ദേശം എന്നും ചില മുൻഗാമികൾ അതിനെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വൻഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചുകൊണ്ട് ഖിബിലക്ക് അഭിമുഖമാവുക, നെഞ്ചുകൊണ്ട് ഖിബിലക്ക് അഭിമുഖമാവുക എന്നും വിശദീകരിച്ച പണ്ഡിതന്മാരെ മുൻഗാമികളെ നമുക്ക് കാണാൻ സാധിക്കും. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും ബലിയിറക്കുകയും ചെയ്യുക എന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയാറുണ്ടെങ്കിലും അതിന് പല അഭിപ്രായങ്ങൾ മുൻഗാമികൾക്കിടയിലുണ്ട്. അല്ലെ, സല്ലി എന്ന് പറഞ്ഞാൽ ഒന്ന് 5 വക്ത് നിസ്കാരമാണ്, ബലിപെരുന്നാളിന്റെ അന്നത്തെ നിസ്കാരമാണ്, ഹജ്ജിലെ മുസ്ദലിഫിലെ അന്നത്തെ സുബഹിസ്കാരമാണ്, ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങളുടെ കാരണം നമ്മൾ പറഞ്ഞു 5 വക്ത് നിസ്കാരം എല്ലാ നിസ്കാരം ഉൾക്കൊള്ളുന്ന ഇതാണ് എന്ന് പറയാനുള്ള കാരണം മൊത്തത്തിൽ പൊതുവായിട്ടാണ് പറഞ്ഞത്, പൊതുവായിട്ടാണ്. എന്നാൽ 2 നിസ്കാരവും ബലിയും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് ബലിയുള്ള നിസ്കാരം എന്നുള്ള നിലക്ക് ഹജ്ജിന്റെ എന്നുള്ള നിസ്കാരമാണ്, അല്ലെങ്കിൽ പിന്നെ ഈ ബലിപെരുന്നാൾ നിസ്കാരമാണെന്ന് അഭിപ്രായം പറഞ്ഞു. എന്നാൽ പൊതുവായ നിസ്കാരം എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം എന്ന് പറയാൻ കാരണം ആ നിസ്കാരം എന്തിനു വേണ്ടി നിസ്കരിക്കണം, ബലിയിറക്കണം എന്ന് പറഞ്ഞു. എന്താ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളമായി ഖൈറുകൾ നൽകി, ഹൗദുൽ കൗസർ നൽകി എന്നതാണ്. അപ്പൊ ഈ ധാരാളമായി ഖൈറുകൾ നൽകി, അതിൽപ്പെട്ട ഹൗദുൽ കൗസർ അടക്കമുള്ള ഖൈറുകൾ നൽകി എന്നുള്ളത് അത് ബലിപെരുന്നാളായിട്ട് ബന്ധമല്ല, അത് എന്തായിട്ട് ബന്ധമില്ല? ഹജ്ജായിട്ട് ബന്ധമല്ല. അത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ പൊതുവായുള്ള ധാരാളം നന്മകളാണ്. അപ്പൊ പൊതുവായിട്ട് അതിന് ശുക്രെന്നോണം നിർവഹിക്കുന്ന ഏത് ആരാധനാകർമ്മവും, ഏത് നിസ്കാരവും, ഏത് ബലിയറവും അതിൽ അകപ്പെടുന്നുള്ളതാണ് ഏറ്റവും പ്രബലം. അതുപോലെ വൻഹർ ബലിയിറക്കുക, നഹറ എന്ന് പറഞ്ഞ വൻഹർ എന്ന വാക്കിന് ബലി എന്ന് മാത്രമല്ല എന്ത് ചെയ്തത് മുൻഗാമികൾ അർത്ഥം വെച്ചത്. ഹജ്ജിലെ
പിന്നെ ഖിറാനിന് വേണ്ടി അല്ലെങ്കിൽ തമത്തോവിനൊക്കെ വേണ്ടി ഹജ്ജിന്റെ ചില രൂപങ്ങൾക്ക് എന്തുണ്ട്, ഹദിയുണ്ട്, ബലിയുണ്ട്. ആ ബലിയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇനി അതല്ല ബലിയിരുന്നാളിന്റെ അറവാന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല ഏത് അറവിനെ ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇനി അതൊന്നുമല്ല, നഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കാരത്തിൽ നെഞ്ചിൽ കൈ വെക്കലാണ്, ഇടത്തെ കൈയിന്റെ മേലെ വലത്തെ കൈ നെഞ്ചിന്മേൽ വെക്കലാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് പോലുള്ള സ്വഹാബത്തിന്റെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതല്ല ഖിബിലക്ക് അഭിമുഖമായി നിൽക്കലാണ്, നെഞ്ച് ഖിബിലക്ക് നേരെ നിർത്തി നിസ്കാരത്തിൽ നിർത്തലാണ്. അപ്പൊ എന്തുകൊണ്ട് അവരങ്ങനെ അഭിപ്രായം പറഞ്ഞു? സ്വലാത്തിനോട് ചേർത്ത് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നിസ്കാരത്തിൽ നെഞ്ചുമായി എന്തൊക്കെ ബന്ധമുണ്ട്? ഒന്ന് കൈ കെട്ടുന്ന അതിന് ബന്ധമുണ്ട്, മറ്റൊന്ന് നിസ്കാരത്തിന് ബന്ധമുള്ള ഖിബിലക്ക് അഭിമുഖമായി നിൽക്കല് മുഖം ശരീരത്തിന്റെ മുൻഭാഗം കൊണ്ട് നിൽക്കണം, അതുകൊണ്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അപ്പൊ ഈ നിസ്കാരവും പിന്നെ ഈ ആയത്തിന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി ശരിക്കും ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഏത് നിസ്കാരവും ഏത് ബലിയറവും അതിന്റെ ഭാഗമാണ്. പക്ഷെ അതിൽ ഒന്നാമത്തെ ആശയം എന്താണ്? നിസ്കാരവും ബലികറവും ഒരുമിച്ച് വരുന്നത് എവിടെയാണോ അതാണ് ഇതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം. പിന്നെ അതിന്റെ തുടർച്ചയായി ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളും അതുപോലെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അറുക്കുന്ന അറവൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ്. മാത്രമല്ല ഇതിന് കുറച്ചുകൂടി പ്രബലമാക്കുന്ന ഒരു വിഷയമാണെന്ത്? പിന്നെ താങ്കൾക്ക് അള്ളാഹു ധാരാളം നന്മ നൽകി, ആ നന്മ നൽകിയത് രക്ഷിതാവിന് വേണ്ടി, റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും ബലിയടക്കുകയും ചെയ്യണം അല്ലെ? അപ്പൊ ഇവിടെ എന്ത് തൗഹീദ് ഉണ്ടാകണം, ശിർക്കും ചെയ്യാൻ പാടില്ല. രക്ഷിതാവിന് വേണ്ടി അല്ലാതെ വേറെ ആർക്കും വേണ്ടി നിസ്കരിക്കുകയോ ബലികർമ്മം നിർവഹിക്കുകയോ ചെയ്യരുത് എന്നുള്ള ആശയം കിട്ടുമ്പോഴും നിസ്കാരവും ബലികർമ്മവുമാണ് കൂടുതൽ അവിടെ പ്രബലമായി വരുന്ന ആശയം. കാരണം മക്കത്തെ മുശ്രിക്കുകൾ ഏറ്റവും അധികം ശിർക്ക് ചെയ്ത രണ്ട് കർമ്മങ്ങളാണ്, ഒന്ന് നിസ്കാരവും മറ്റൊന്ന് ബലികർമ്മം. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അവർ നിസ്കരിക്കാറിനാൽ പ്രാർത്ഥനകൾ അവർ നൽകിയിരുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവുകളും അവർ ധാരാളമായി ചെയ്തിരുന്നു. അപ്പം ശിർക്ക് ഏറ്റവും കൂടുതലും മക്കത്തെ മുശ്രിക്കുകൾ ചെയ്ത കർമ്മങ്ങളായിരുന്നു നിസ്കാരവും ബലികർമ്മവും. അതുകൊണ്ട് അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നിന്റെ രക്ഷിതാവിന് വേണ്ടി ആക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ. അതിൽ ഇഖ്ലാസ് ഉണ്ടാകണം, അള്ളാഹുവിന് വേണ്ടി മാത്രം നിസ്കരിക്കുക, അവന് വേണ്ടി മാത്രം ബലികർമ്മം നിർവഹിക്കുക. ഇനി ഇത് ഒരുമിച്ച് പറഞ്ഞ വേറൊരു സ്ഥലം കൂടി ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഓതി തോന്നുന്നു. സൂറത്തുൽ അൻആമിന്റെ 162, 163 ആയത്തുകളിൽ നമ്മൾ സാധാരണ നമുക്ക് പരിചയമുള്ള ആയത്താണ്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ ഇന്ന സ്വലാത്തി, പ്രവാചകരെ നിങ്ങൾ പ്രഖ്യാപിക്കണം, പറയണം, എന്റെ നിസ്കാരവും എന്റെ നുസുഖ്. എന്താ നുസുഖ്? 4 അർത്ഥമുണ്ട് നുസുഖിന്. ഒന്നാമത്തെ അർത്ഥം ബലി, എന്റെ ബലികർമ്മവും. മറ്റൊന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ, രണ്ടാമത്തെ അർത്ഥം എന്റെ ഹജ്ജിന്റെ കർമ്മങ്ങളും. മൂന്നാമത്തെ അർത്ഥം ആരാധന കർമ്മങ്ങൾ മൊത്തത്തിൽ. പിന്നൊരു അർത്ഥം കൂടി ഉണ്ട്, എന്ത് ഓർമ്മട്ടുന്നില്ല. അപ്പോ ഇതൊക്കെ എന്താണ്? ആർക്കുള്ളതാണ്? രക്ഷിതാവിന്, അള്ളാഹുവിനുള്ളതാണ്. മഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരുമില്ല. വബിദാലിക ഉമിർത്, അങ്ങനെ ചെയ്യാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവന് പങ്കുകാരില്ലാതെ അവന് മാത്രം നിസ്കാരവും ആരാധനാകർമ്മങ്ങളും ബലികർമ്മങ്ങളും ഹജ്ജിന്റെ കർമ്മങ്ങളും ഒക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രം നൽകാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവരിൽ ഒന്നാമത്തവനാണ് ഞാൻ, മുസ്ലിമീങ്ങളിൽ ഒന്നാമത്തവനാണ് ഞാൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മൾ ഒന്നാമത്തെ ആയത്തിന് ശേഷം രണ്ടാമത്തെ ആയത്ത് എന്തുകൊണ്ട് പറഞ്ഞു അല്ലെ? ആദ്യം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് തൊട്ട് ശേഷം എന്ത് പറഞ്ഞു? അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം. അതുകൊണ്ടാണ് രണ്ടാമത്തെ ആയത്ത്. മൂന്നാമത്തെ ആയത്ത് എന്താ? ഇന്ന ശാനിഅക ഹുവൽ അബ്തർ അല്ലെ? താങ്കളോട് വിമുഖത കാണിക്കുന്ന, ശത്രുത വെച്ച് പുലർത്തുന്ന, വെറുപ്പ് വെച്ച് പുലർത്തുന്നവരാരാണോ അവനാണെന്ത്? വാലിറ്റ് പോയവൻ, നന്മകൾ നശിച്ചു പോയവൻ, എല്ലാവിധ പിന്നെ സ്മരണയും ഇല്ലാതായി പോയവൻ. അപ്പൊ എന്താ രണ്ടാമത്തെ ആയത്തിന് ശേഷം ഈ ആയത്ത്, ഈ ഒരു വാചകം അവിടെ പറയാനുള്ള കാരണം എന്താണ്? അതിന്റെ ആ രണ്ട് ആയത്തുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? മുഫസ്സിറുകൾ പറഞ്ഞേ കാണാൻ സാധിക്കും. അള്ളാഹു ധാരാളമായി നന്മകൾ നൽകി എന്ന് പറയുമ്പോ ശത്രുക്കൾ ഇങ്ങനെ ഭയങ്കര സുഖിച്ചിങ്ങനെ പിന്നെ എന്ത് ചെയ്യാണ്? നമ്മളെ കളിയാക്കുക, പരിഹസിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയം നമുക്ക് എത്ര സുഖം കിട്ടിയാലും എന്ത് ചെയ്യില്ല, ആ സുഖമാണ് പൂർത്തിയാവോ? സുഖം പൂർത്തിയാവില്ല. പരിഹാസവും കളിയാക്കലും ഇങ്ങനെ ഏറ്റുവാങ്ങുമ്പോ വേറെ എന്ത് സുഖം ഉണ്ടെങ്കിലും കാര്യമില്ല, അതും കൂടി ഒന്ന് നിൽക്കുമ്പോഴേ എന്തുള്ളൂ, പൂർണ്ണമായൊരു ഖൈറ് അവിടെ ഉണ്ടാവും, കൗസർ അവിടെ ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ കൗസറിന്റെ പൂർത്തീകരണം, ധാരാളമായ നന്മന്റെ പൂർത്തീകരണമാണ് എന്ത്? ആരാണോ നിങ്ങളുടെ ശത്രുത വെച്ച് പുലർത്തുന്ന അവരെല്ലാ നന്മകളിൽ നിന്നും വാഴ്ത്തും. അപ്പൊ എന്തായി? അപ്പൊ പിന്നെ പരിപൂർണമായ ഖൈർ അവിടെ വന്നു.
അവരെ അള്ളാഹു എന്ത് ചെയ്തു? പ്രവാചകന്റെ ശത്രുക്കളെ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു തആല ആക്ഷേപിച്ച് അവർക്ക് ഇനി ഒരു സ്മരണയും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല, അവരുടെ പരിഹാസത്തിന്റെ മൊന എന്ത് ചെയ്തു? അള്ളാഹു അവിടെ ഉടച്ച് കളഞ്ഞു. അതാണ് ആ ആയത്തിന് തൊട്ട് ശേഷം പറയാനുള്ള കാരണം. ഇനി നേരെ തിരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു വാഗ്ദാനം ഉണ്ടല്ലോ. എന്താ വാഗ്ദാനല്ല, അള്ളാഹു പറഞ്ഞ വറഫഅനാ ലക ദിക്റക. എന്താ അർത്ഥം? നിങ്ങളുടെ സ്മരണ നാം താങ്കൾക്ക് ഉയർത്തി തന്നിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ സ്മരണ ഉയർത്തി, റസൂലുള്ളാഹിക്ക് എതിരാകുന്നവരുടെ സ്മരണ ഇല്ലാതെയാക്കി. അത് അള്ളാഹുവിന്റെ നിയമമാണ്, അങ്ങനെ തന്നെ ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 1400 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും അള്ളാഹുവിന്റെ റസൂലിന് അന്ന് വ്യക്തമായ ശത്രുക്കളായി നിലനിന്ന ആരെങ്കിലും കുറിച്ച് ആരെങ്കിലും നല്ല പറയുണ്ടോ? അവരെ കുറിച്ച് പറയുണ്ടെങ്കിൽ മോശം മാത്രമേ പറയണോ, അല്ലെങ്കിൽ പറഞ്ഞില്ല. ഇന്ന് ദുനിയാവിൽ മുഴുവനുള്ള ആൾക്കാരുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അള്ളാഹുവിന്റെ റസൂലിനോട് വ്യക്തമായ ശത്രുത പ്രഖ്യാപിച്ച് റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തി എല്ലാവിധ മാണ്ടാത്തരങ്ങളും ചെയ്ത മനുഷ്യന്മാർ അന്നുണ്ടായിരുന്ന അബൂജാലും അബൂലഹബും ഈ പറഞ്ഞ എല്ലാ ടീമും ഉത്ബയും ഷെയ്ബയും ഇവരെ കുറിച്ചൊക്കെ ഒന്നുകിൽ ജനങ്ങളൊന്നും പറഞ്ഞില്ല. അവരെ കുറിച്ച് വർത്താനം തന്നെയല്ല, അവരെ കുറിച്ച് അറിയും കൂടിയില്ല. അറിയണോൽക്കൊക്കെ എങ്ങനെ അറിയാം? ഒക്കെ മോശമായി അറിയുള്ളൂ. അവരെ അപലപിക്കാനും കുറ്റപ്പെടുത്താനും മോശമായി ചിത്രീകരിക്കാനും പിന്നെ വെറുക്കാനും മാത്രമേ ആളുകൾ അവരുടെ പേരുകൾ പറയുന്നുള്ളൂ. അപ്പൊ അള്ളാഹു പറഞ്ഞു അതുപോലെ പുലർന്നു. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ വറഫഅനാ ലക ദിക്റക. റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിട്ടില്ലല്ലോ, ആദ്യ കാലഘട്ടത്തിൽ, അവസാനത്തിൽ ഉണ്ടായിക്കണം. ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെ ഇതൊക്കെ ഏറ്റുവാങ്ങുമ്പോ അള്ളാഹു പറയണെന്ത്? അല്ല, ഇത് എന്തിന്റെ തെളിവാണ്? ഖുർആൻ അള്ളാഹുവിന്റെ കലാം, അതിലെ തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പരിഹാസവും ഇതും ഏറ്റുവാങ്ങുന്ന സമയത്ത് അള്ളാഹു പറയണെന്ത്? വറഫഅനാ ലക ദിക്റക. നിങ്ങളെ സ്മരണ നാം ഉയർത്തിയിട്ടുണ്ട്. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. നിങ്ങളോട് എതിരിടുന്നവരെ ഇല്ലാതായിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളും, ഇപ്പോ ബദർ യുദ്ധം കഴിഞ്ഞ ശേഷമാണെങ്കിലും എങ്കിലും ആശ്വസിക്കായിരുന്നു. എന്താ ആശ്വസിക്കായിരുന്നു? ബദർ യുദ്ധം കഴിഞ്ഞിട്ടാണെങ്കിൽ ശരിക്കും വലിയ നേതാക്കന്മാരൊക്കെ മരിച്ചില്ല, ഇനി പറയാം. പക്ഷെ ഇതുണ്ടായത് മക്കത്ത് നിന്നാണ് ഭൂരിഭാഗം വണ്ടിയന്മാരെയും അഭിപ്രായം. പറയാൻ ഒരു സ്കോപ്പും ഇല്ല, മനുഷ്യന്മാരെ ബുദ്ധി വെച്ച് പറയാൻ ഒരു സ്കോപ്പും ഇല്ല. എല്ലാ തരത്തിലും അടിച്ചമർത്തപ്പെടുന്ന കാലം. ഇനി മദീനത്താണെങ്കിലും തുടക്ക സമയത്താണ്, നമ്മൾ പറഞ്ഞു തുടക്ക സമയത്താണ്. അപ്പോഴും ഇസ്ലാമിന് ദുഹൂറൊന്നും ഉണ്ടായിട്ടില്ല. 2 വർഷം കഴിഞ്ഞ ശേഷമാണ് ബദർ ഉണ്ടാകുന്നത്, മദീനത്ത് എത്തിയിട്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇതെന്തിന്റെ തെളിവാണ്? റസൂലുള്ളാഹിന്റെ, ഇത് അള്ളാഹിന്റെ റസൂലിന്റെതല്ല, അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിന്റെ തെളിവാണ്. അതുപോലെ തന്നെ മറ്റു പ്രവാചകന്മാർക്ക് ഹൗദ് ഉള്ളതായിട്ട് ഞാൻ പഠിച്ചതോ വായിച്ചതൊന്നുമില്ല. അല്ലാഹു അലം. വരും ഇൻഷാ അല്ലാഹ്, നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അഅതൈനാക എന്ന് പറഞ്ഞ് ആത്താന്ന് പറയാതെ അഅത്താന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് മുഫസ്സിരീങ്ങൾ പിന്നെ അതിന്റെ ഹിക്മത്ത് ചർച്ച ചെയ്ത് കാണാൻ സാധിക്കും. അതിൽ ഒരു കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് വെച്ചാൽ, അഅത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി ഉടമപ്പെടുത്തി കൊടുക്കുക, അതിന്റെ ഉടമയാക്കണീനാണ് അഅത്താന്ന് പറയാ. ഞാൻ അഅതൈതുഹു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അതിന്റെ ഉടമസ്ഥൻ ആരായി? അവനായി. ആത്ത എന്നുള്ളത് അങ്ങനെ എല്ലാതെയും പറയും, ഉടമസ്ഥനാക്കാണ്ട് തൽക്കാലം ഉപയോഗിക്കാൻ കൊടുത്താൽ എന്ത് പറയാം? ആത്താന്ന് പ്രയോഗിക്കാം. അപ്പോ ഹൗലിന് അത്രയും അധികാരം ആർക്കുണ്ട്? അത്രയും വലിയൊരു ആ നൽകലിനൊരു പവർ ഉണ്ട്. റസൂലുള്ളാഹിക്ക് അങ്ങനെ അധികാരം കൊടുത്ത സ്ഥലമാണെന്ത്? ഹൗല്. അതുകൊണ്ടാണ് അള്ളാഹു തടഞ്ഞ ആളുകൾ റസൂൽ എന്ത് ചോദിക്കണത്? എന്റെ ഉമ്മത്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാ? റസൂലുള്ളാഹിക്ക് അവിടെ ഒരു അധികാരം ഉണ്ട്. പക്ഷെ ഇപ്പൊ റസൂൽ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത് താങ്കൾക്ക് ശേഷം പലതും ഉണ്ടാക്കി. അപ്പൊ റസൂൽ തന്നെ പറയുന്നത് സുഹ്കൻ സുഹ്കൻ, വിദൂരത്തേക്ക് പോട്ടെ. റസൂലുള്ളാഹിന്റെ തീരുമാനത്തിൽ കൂടെ തന്നെയാണ് എന്ത് ചെയ്യണത്? ഒരു വിദൂരത്തേക്ക് പോണത്. അപ്പൊ ആ ഒരു ആശയം എന്തിലുണ്ട്? ആത്താന്നുള്ളിൽ ഉണ്ട്. മറ്റൊരു ഹിക്മത്ത് പണ്ഡിതന്മാർ പറഞ്ഞെന്താ വെച്ചാൽ, പിന്നെ ഈ ആത്ത എന്നുള്ള വാക്ക് വലിയ കാര്യങ്ങൾ നൽകുമ്പോഴാണ് പൊതുവെ ആത്താന്ന് പറയാം. വലിയ കാര്യങ്ങളൊക്കെ നൽകുമ്പോഴാണ് എന്ത് പറയാം? ആത്താന്ന് പ്രയോഗം. ചെറിയ ചെറിയ കാര്യങ്ങൾ നൽകണേന് ആത്താന്ന് പൊതുവെ പറയാറില്ല എന്നാണ്. അതിന് ചില ഉദാഹരണങ്ങൾ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, വആതാഹുല്ലാഹുൽ മുൽക്ക്, രാജാധികാരം നൽകി. വലിയ കാര്യമാണ്, ഒരു അധികാരം നൽകി. അതുപോലെ ലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫദ്ല, ദാവൂദ് നബിക്ക് നമ്മളിൽ നിന്നും ഔദാര്യം നൽകി. അവിടെ ദാവൂദ് നബിക്ക് നൽകിയ എന്താ? വലിയ ലോകം മുഴുവൻ ഭരിച്ച രാജാക്കന്മാരാണ് ദാവൂദ് നബി, സുലൈമാൻ നബിയൊക്കെ.
അപ്പൊ അവിടൊക്കെ എന്താ വെച്ചാല് അതുപോലെ ഖുർആനുൽ അദീം അല്ലേ, സൂറത്തുൽ ഫാത്തിഹയും ഖുർആനുൽ അദീം നൽകി. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ ആത്ത എന്ന് പറയുമ്പോൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ എന്ത് പറയും? ആത്ത എന്ന് പറയും. അതിന് ഉദാഹരണം സൂറത്തുൽ നജ്മിന്റെ 34-ാമത്തെ ആയത്ത് അല്ലാഹു പറഞ്ഞു വഅഅത ഖലീലൻ വഅക്ദ. അതായത് നഷ്ടക്കാരെ കുറിച്ച്, അവിശ്വാസികളെ കുറിച്ച് പറയാം. ആത്ത ഖലീലൻ, അവർ കുറച്ച് കൊടുത്ത്, സ്വതക്കൊക്കെ കുറച്ച് കൊടുത്തു, വഅക്ദ പിന്നെ നിർത്തുകയും ചെയ്തു. അത് നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ്. ആദ്യമൊക്കെ നന്മകളിൽ കുറച്ചൊക്കെ ഉണ്ടായി, കുറച്ചൊക്കെ നന്മയിൽ ഉണ്ടായി, കുറച്ചൊക്കെ ക്ലാസ്സിനൊക്കെ വന്നിട്ട് പിന്നെന്ത് ചെയ്തു? ഒക്കെ നിർത്തി. അതിനെ കുറിച്ച് അള്ളാഹു പറയണത് ആത്ത ഖലീലൻ വഅക്ദ, കുറച്ചൊക്കെ കൊടുത്തു പിന്നെ അതും ഇല്ലാതെയായി. തൗഫീഖ് നഷ്ടപ്പെടുന്നതിന്റെ ഒരു ഉദാഹരണം, ഒരു ഒരു രീതിയാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അവിടെ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം എന്താ? ആത്ത. അപ്പൊ അവിടെ കുറച്ച് കൊടുത്തിന് എന്ത് പറഞ്ഞു? ആത്ത. അപ്പൊ പിന്നെ ഹൗദുൽ കൗസർ വലുതല്ലേ, വലിയ അനുഗ്രഹമല്ലേ? ആ പേര് തന്നെ ഉള്ളത് എന്താ? രണ്ടെട്ടം വലുത് എന്നാണ് നമ്മൾ പറഞ്ഞു. കെസുറ എന്ന് പറഞ്ഞാൽ വലുത്, കൗസറിന്റെ രൂപത്തേക്ക് ഉണ്ടായതും ധാരാളം. പിന്നെന്താ അങ്ങനെ പറയാൻ കാരണം? എന്നാലും റസൂലുള്ളാഹിന്റെ സ്ഥാനം പരിഗണിക്കുമ്പോൾ അത് ചെറുതാണ്. മനസ്സിലായി? റസൂലുള്ളാഹിക്ക് അത്രയും സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട് എന്ന ഒരു സൂചന അതിലുണ്ട് എന്നാണ്. താങ്കൾക്ക് നാം എന്ത് കൗസർ നൽകിയിട്ടുണ്ട് അല്ലെ? എല്ലാ അർത്ഥത്തിലും ധാരാളം ഖൈറുകൾ പ്രവാചകരെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ അർത്ഥത്തിൽ അതിനെന്ത് അത്ര വലുതൊന്നും നിങ്ങൾക്ക് തരേണ്ടിയിൽ അത്ര വലുതൊന്നും അല്ല. നിങ്ങൾ അത്രയും എന്റെ അടുക്കൽ സ്ഥാനമുള്ളവരാണ് എന്ന് റസൂലുള്ളാഹിന്റെ ഒരു മഹത്വം അവിടെ പ്രകടിപ്പിക്കൽ ആ പ്രയോഗത്തിലുണ്ട് എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് പറഞ്ഞത് ആത്ത എന്ന് പറഞ്ഞാൽ, പിന്നെ ആത്ത എന്ന് പൊതുവെ പറയാറുള്ളത് ഒരു ഔദാര്യം എന്നുള്ള അർത്ഥത്തിൽ ചെയ്യണീനാണ് ആത്ത എന്ന് പൊതുവെ പ്രയോഗിക്കാറുള്ളത്. ആത്ത എന്നുള്ളത് നിർബന്ധമായി നൽകിയാൽ എന്തു പറയും? അതിനും ഔദാര്യമായി നൽകി, രണ്ടിനും എന്തു പറയും? ആത്ത പറയും. അപ്പൊ എന്റെ ഒരു നിർബന്ധ ബാധ്യതയായ എന്റെ വീട്ടുകാർക്ക് തിന്നാൻ കൊടുക്കല്, അങ്ങനെ ഞാൻ എന്ത് പറയും? അവിടെ ആത്ത എന്നും പറയാം. എല്ലാ ഔദാര്യം ഒരാൾക്ക് ചെയ്താലും എന്തു പറയാം? ആത്ത എന്ന് പറയാം. ആത്ത എന്ന് അധികവും പറയാറുള്ളത് എന്തിനാണ്? ഔദാര്യമായി കൊടുക്കണേന് മാത്രമാണ് ആത്ത എന്ന് അധികം പ്രയോഗിക്കാറുള്ളത്. അപ്പൊ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹം, ഒരു ഔദാര്യമാണെന്ത്? ഈ കൗസർ എന്നുള്ളൊരു അർത്ഥം അവിടെ അതിലൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാത്രല്ല, ഔദാര്യമായി നൽകി എന്ന് പറയുമ്പോൾ വേറൊരു ഗുണം, വേറൊരു അർത്ഥം, ആശയം കൂടി അതിലുണ്ട്. അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ പ്രത്യേകത എന്താ? അറ്റമില്ലാത്ത, അന്ത്യമില്ലാത്ത അത്യുദാരനാണ് റബ്ബ്. ഏറ്റവും വലിയ ഔദാര്യവാനാണ് റബ്ബ്. അപ്പൊ ഔദാര്യമായി നൽകിയതാവുമ്പോ അതിനെന്തുണ്ടാവില്ല? ഈ കൗസറിനൊരു പരിധിയൊന്നും ഉണ്ടാവുകയില്ല. ആ കൗസർ എന്ന് പറഞ്ഞാൽ നെഹ്റുൽ കൗസർ നിർത്താൻ. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹി എന്ത് പറഞ്ഞു? വെറും നെഹ്റുൽ കൗസർ അല്ല, റസൂലുള്ളാഹിക്ക് നൽകുന്ന എല്ലാ ഖൈറുകളും അതിന്റെ ഭാഗമാണെന്ന് പറയാൻ കാരണം ഔദാര്യമായി പടച്ചോൻ കൊടുത്ത കൗസർ ആണെങ്കിൽ, കൗസർ എന്ന് പറഞ്ഞ സ്വർഗത്തിലെ അരുവി മാത്രം പോരാ. അപ്പൊ എന്തൊക്കെ കൗസറുകൾ, അനുഗ്രഹങ്ങൾ അതിലുണ്ടോ, അതൊക്കെ അതിന്റെ ഭാഗമായി വരണം. കാരണം അള്ളാഹുവിന്റെ ഔദാര്യമായി നൽകണം. ഔദാര്യത്തിന് എന്തില്ല? അള്ളാഹിന്റെ ഔദാര്യത്തിന് പരിധിയില്ല, പരിമിതിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അറ്റമില്ലാത്ത ഔദാര്യമുള്ളവനാണ് റബ്ബ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതൊക്കെ അതിന്റെ ഹിക്മത്തുകൾ പണ്ഡിതന്മാര് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫസല്ലി റബ്ബിക എന്ന് പറയാൻ കാരണം എന്താ? ഫസല്ലി ലില്ലാഹി, അള്ളാഹു എന്നുള്ള പദത്തിന് പകരം നിന്റെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കും, റബ്ബ് എന്നുള്ള പദം ഉപയോഗിക്കാൻ കാരണം എന്താണ്? അതിന്റെ കാരണം എന്താ വെച്ചാൽ, തൊട്ടു മുമ്പ് അള്ളാഹു പറഞ്ഞ എന്താ? ധാരാളമായി ഖൈറുകൾ പ്രവാചകരെ നിങ്ങൾക്ക് നാം നൽകിയതാണ്. അപ്പൊ ഈ ഖൈറുകൾ നൽകുക എന്നത് അള്ളാഹു നടത്തുന്ന തെർബിയത്താണ് അല്ലെ? അള്ളാഹു ഘട്ടം ഘട്ടമായി തരുന്നത് ഓരോ സമയത്തും തന്ന് ഇതാണ് തെർബിയത്ത്. എന്താ? ഓരോ സമയത്തും വേണ്ടത് എന്താണോ അത് വേണ്ട രൂപത്തിൽ നൽകി പടിപടിയായി വളർത്തുക. അതാണ് തെർബിയത്ത് പറഞ്ഞാൽ. അപ്പോൾ തൊട്ടു മുമ്പ് ഇന്ന അത്തൈനാക്കൽ കൗസർ, ധാരാളമായി പ്രവാചകരെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഞാൻ തന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ എന്താണ്? തെർബിയത്താണ്. അള്ളാഹു റബ്ബാണ് എന്നതിന്റെ ഭാഗമായാണ് പടച്ചോൻ അത് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കൗസറൊക്കെ നൽകിയ നിങ്ങളുടെ റബ്ബ്, അള്ളാഹിന്റെ തെർബിയത്തിന്റെ ഭാഗമായിട്ടുള്ള തന്നത്, ആ റബ്ബിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നിസ്കരിക്കുക. ആ റബ്ബിന് വേണ്ടി നിങ്ങൾ ബലി അർപ്പിക്കുക എന്ന അർത്ഥം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് മാത്രമല്ല, അങ്ങനെ നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആർക്കാ ശുക്ർ ചെയ്യണത്? റബ്ബിനാ കൊടുക്കണത്. അതുകൊണ്ട് ഇനിയും കൗസർ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ ആ റബ്ബ് എന്ന വാക്ക് പ്രയോഗിച്ചതിൽ ആ ആശയൊക്കെ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് തന്നത് ആരാ? തെർബിയത്ത് നടത്തിയ റബ്ബാണ്. അതുകൊണ്ട് തെർബിയത്ത് നടത്തിയ റബ്ബിന് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ പിന്നെ ശുക്ർ ചെയ്യാം. ഇനി റബ്ബിന് ശുക്ർ ചെയ്യുമ്പോൾ പ്രത്യേകത അവൻ റബ്ബാണ്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിർത്തുവോ? ഇല്ല, പടിപടിയായി നൽകിക്കൊണ്ടേ ഇരിക്കുന്നവനാ റബ്ബ്. അപ്പൊ നിർത്തൂല, ഇനിയും അവൻ തന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര ശുക്ർ ചെയ്താലും
എന്ത് ചെയ്യേണ്ട, നിർത്തേണ്ട. എത്രയാണോ ശുക്ർ ചെയ്യണം അതിനനുസരിച്ച് പടച്ചോൻ കൂടുതൽ കൂടുതൽ നൽകും. കാരണം അവൻ റബ്ബാണ്, അവൻ പടിപടിയായി നൽകിക്കൊണ്ടേ ഇരിക്കുന്നവനാണ് എന്ന ആശയം അതിലുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, എന്തുകൊണ്ട് അവിടെ നിസ്കാരത്തിന്റെ കൂടെ ബലിനെ കുറിച്ച് പറഞ്ഞത്? സാധാരണ അധികം ഖുർആനിൽ നിസ്കാരത്തിന്റെ കൂടെ എന്താ പറയാ, സക്കാത്തിനെ കൂടെ പറയാറുള്ളത്, അധികം സക്കാത്ത പറയാറുള്ളത്. പക്ഷെ ഈ ആയത്തിൽ നിസ്കാരത്തിന്റെ കൂടെ പറഞ്ഞ എന്താ, ബലിയെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം ഒന്ന്, ചില പണ്ഡിതന്മാർ പറഞ്ഞ എന്താ, ഇത് ബലിയർനാളിനകത്ത് നിസ്കാരം എന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോ പിന്നെ കാരണം വളരെ വ്യക്തമാണ്. കാരണം ബലിയർനാളിന്റെ നിസ്കാരമാണെങ്കിൽ അന്ന് ചേർന്ന് വരുന്ന എന്താണ്, ബലിയാണ്. ഇനി അതല്ല, മൊത്തത്തിൽ എല്ലാ നിസ്കാരവും അതിന്റെ ഭാഗമായി അകപ്പെടും എന്നതാണെങ്കിൽ അതിന്റെ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞാണ്. ഒന്ന്, മക്കത്ത് മുശ്രിക്കുകൾ ഏറ്റവും അധികം അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയിരുന്നതാണെന്ത്, ഒന്ന് നിസ്കാരവും മറ്റൊന്ന് ബലിയും. ഒരു സക്കാത്ത് എന്ത് ചെയ്തിട്ടില്ല, അല്ലാത്തവർക്ക് കൊടുത്തതായിട്ട് അങ്ങനെ കൂടുതലൊന്നും വന്നിട്ടില്ല. സ്വതക്കകൾ അല്ലാത്തവർക്ക് കൊടുത്തത് ധാരാളമായൊന്നും വന്നിട്ടില്ല. എന്നാൽ ബലി അവർ ധാരാളമായി എന്ത് ചെയ്തിരുന്നു, പടച്ചോനില്ലാത്തവർക്ക് കൊടുത്തിരുന്നു. മറ്റുള്ള വിഗ്രഹങ്ങൾക്കും അവർ ആരാധ്യന്മാർക്കും വേണ്ടി ബലിയറവ് ഒരു സാധാരണമായി നടത്തിയിരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ പിന്നെ റബ്ബിന് വേണ്ടിയാണ് നിസ്കരിക്കേണ്ടത്, ബലി കൽപ്പിക്കേണ്ടത് വരുമ്പോ റബ്ബല്ലാത്തവർക്ക് വേണ്ടി മറ്റൊരു മുശ്രിക്കുകൾ കുറെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും യോജിച്ചത് എന്താ, ഇത് രണ്ടും എടുത്തു പറയലാണ്. കാരണം അവർ ഏറ്റവും കൂടുതൽ ശിർക്ക് ചെയ്യുന്നത് ആ രണ്ടെണ്ണത്തിലാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് രണ്ടും റബ്ബിന് മാത്രം നൽകുക. അതാണ് ഒരു വജീഹ് പണ്ഡിതന്മാർ പറഞ്ഞത്. മറ്റൊരു വജീഹ് പറഞ്ഞത് എന്താ വെച്ചാൽ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണല്ലോ പറയണേ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സക്കാത്ത് കൊടുക്കേണ്ട സമ്പത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സക്കാത്ത് കൊടുക്കാൻ മാത്രം സമ്പത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നെ അധീനതയിൽ ഉണ്ടാകാറില്ലായിരുന്നു. ആവശ്യമുള്ളത് മാത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഞാൻ അഥവാ എന്തെങ്കിലും വന്ന അപ്പം തന്നെ അത് കൊടുത്ത് തീർക്കും ചെയ്യും. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം ഭയങ്കര അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഒരു ജിഹാദോ അല്ലെങ്കിൽ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് ഗനീമത്ത് സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നറിയോ, ഒരു വർഷത്തേക്ക് വേണ്ടത് അവിടെ സ്റ്റോർ ചെയ്യും. അടുത്തൊരു വർഷത്തേക്ക് തന്റെ കുടുംബം പോറ്റാനുള്ളത് സ്റ്റോർ ചെയ്യും. റസൂലുള്ളാഹിക്കുള്ള ഓഹരിന്ന് സ്റ്റോർ ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോക്കിന് അതൊക്കെ തീരും. എങ്ങനെ തീരാ, കൊടുത്താണ് തീരും. പിന്നെ കുറച്ചാലും പട്ടിണി കയറും. പിന്നെ അടുത്ത യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു വർഷത്തേക്കുള്ളിൽ പിന്നെയും സ്റ്റോർ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അതും തീരും. വലിയ ഔദാര്യവാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ പൈസക്കാരനല്ല, പക്ഷെ അതുകൊണ്ടാണ് സ്വഹാബത്ത് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലാണ് കാന അജ്വദനാ ബിൽ ഖൈർ, ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഔദാര്യവാൻ ആരായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അബൂബക്കറും ഉമറും ഉസ്മാനൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ഈ പറയണത്. അവരൊക്കെ സ്വതക്കിന്റെ ചരിത്രം നമ്മൾ കുറെ കേട്ടിട്ടുണ്ടല്ലോ. അവരെക്കാളും വലിയ ഔദാര്യവാനായിരുന്നു ആര്? ഇനി ആ റസൂലുള്ളാഹിനെ കുറിച്ച് പിന്നെ പറയാണ്, റമദാൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ റീഹിൽ മുർസൽ, അടിച്ചു വീശുന്ന കാറ്റ്. അപ്പൊ പിന്നെ എന്താ കൊടുത്തിന് അല്ലാഹുവിനെ അറിയാം. അല്ലാത്തന്നെ കൊടുക്കൽ ഇങ്ങനെയാണ്, ഇങ്ങനെ. ഇനിയിപ്പോ അടിച്ചു വീശുന്ന കാറ്റായത് എങ്ങനെയാന്നുള്ളത് അല്ലാഹു അലം. അപ്പൊ അത്രയധികം ഔദാര്യം ചെയ്തിരുന്നവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞത്, സക്കാത്ത് കൊടുക്കേണ്ട സമ്പത്ത് ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, റസൂലുള്ളാഹിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സക്കാത്ത് റസൂലുള്ളാഹിക്ക് ബാധകമല്ല. എന്നാൽ അറവ് റസൂലുള്ളാഹിക്ക് ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനോട് പറയുമ്പോൾ എന്ത് ചെയ്യണം, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിസ്കാരത്തിന്റെ കൂടെ ബലിയാണ് പറയേണ്ടത് എന്നത് പണ്ഡിതന്മാർ പറഞ്ഞ കാരണമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് വെച്ചാൽ, അറബികളുടെ അടുക്കൽ ഏറ്റവും വലിയ സമ്പത്ത് എന്താ, സമ്പത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി അവർ കണ്ടിരുന്നത് ഒട്ടകമാണ് ഏറ്റവും വലിയ സമ്പത്തിന്റെ അടയാളമായി അവർ കണ്ടിരുന്ന ഒട്ടകങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടകത്തെ അറുക്കണീനാണല്ലോ നെഹർ എന്ന് പറയാം അല്ലെ. ഒട്ടകത്തെ അടിസ്ഥാനപരമായി ഒട്ടകത്തെ അറുക്കണീനാണ്. അപ്പൊ അതിലൊരു ആശയം കിട്ടാണ്ട്, നിങ്ങൾ ഏറ്റവും വലിയ സംഭവമായി കാണുന്ന സമ്പത്താണെങ്കിൽ പോലും അത് നിങ്ങൾ എന്ത് ചെയ്യണം, റബ്ബിന് വേണ്ടി കൊടുക്കണം. നിങ്ങളെ മനസ്സ് നിങ്ങൾ ഏറ്റവും വലിയ സമ്പത്തായി കാണുന്നതിനോട് പോലും നിങ്ങളെ മനസ്സെന്ത് ചെയ്യരുത്, അതിന്മേൽ ലോക്കാവരുത്. അതൊക്കെ പടച്ചവന് വേണ്ടി കൊടുക്കാൻ നിങ്ങൾ റെഡി ആവണം. അതിനേക്കാളും വില ആർക്ക് കൊടുക്കണം, റബ്ബിന് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ദുനിയാവിനെ മനസ്സെന്ത് ചെയ്യും, ദുനിയാവുമായി മനസ്സിനെ ബന്ധിപ്പിച്ചിടരുത്. മനസ്സാരുമായി ബന്ധിപ്പിക്കണം, റബ്ബുമായി ബന്ധിപ്പിക്കണം. ദുനിയാവിലുള്ള എന്ത് കാര്യം റബ്ബിന് വേണ്ടി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന ആശയം എന്തിലുണ്ട്, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിസ്കാരത്തിന്റെ കൂടെ നെഹർ പറഞ്ഞതിലുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിലുള്ളത്, പിന്നെ മറ്റൊരു ഹിക്മത്ത് ഈ ആയത്തിന് പണ്ഡിതന്മാർ എടുത്തത് കാണാൻ സാധിക്കുന്നത് വെച്ചാല്, പിന്നെ
നിസ്കാരത്തിന്റെ കൂടെ ഇത് പറഞ്ഞല്ലോ, അറവിനെ പറഞ്ഞല്ലോ. അതിന് വേറൊരു കാരണം പണ്ഡിതന്മാർ, കാരണമല്ല, അതിൽ വേറൊരു ഹിക്മത്ത് പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ, അറവ് നടത്താൻ പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ടല്ലോ, പ്രത്യേകം അറവ് നിസ്കാരം വലിയൊരുനാളിന്റെ അന്നും, പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഹജ്ജിന്റെ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ, പിന്നെ ഇപ്പോൾ അഖീഖ അറക്കുന്നതൊക്കെ, ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ അറവ് നടത്താൻ നമുക്ക് എത്രയാണോ പൈസ ചെലവ്, അതിന്റെ എത്രയോ ഇരട്ടി നമ്മൾ സ്വതക്ക കൊടുത്തു. പകരാവോ? ഇല്ല. അറവിന്റെ സന്ദർഭത്തിൽ അറവിനാണ് ഏറ്റവും മഹത്വമുള്ളത്. അവിടെ സ്വതക്കക്ക് ആ മഹത്വം ഇല്ല. അപ്പോ അറവിന്റെ സന്ദർഭമാണോ അവിടെ അറവിനോളം മഹത്വമുള്ള മറ്റൊരു ആരാധനാകർമ്മം ഇല്ല. മനസ്സിലായില്ലേ? ഏതുപോലെ നിസ്കാരത്തിന്റെ സമയമാണോ, നിസ്കാരത്തിനേക്കാളും നല്ലൊരു ആരാധനാകർമ്മ സമയത്ത് ചെയ്യാൻ വേറെ ഇല്ല. ആ സമയത്ത് നിസ്കാരമാണ് അഫ്ദൽ. നിസ്കാരം ഒഴിവാക്കി വേറൊരു നന്മണ്ടോ? ഇല്ല. അതുപോലെ തന്നെ അറവിന്റെ സന്ദർഭമാണോ അവിടെ അറവിനാണ് ഏറ്റവും ഫضൽ. അവിടെ അതിന്റെ എത്രയോ ഇരട്ടി കോടിക്കണക്കിന് രൂപകൾ സദക്ക ചെയ്തു. പകരാവൂല. കാരണം എന്താ? അറവ് എന്ന് പറഞ്ഞാൽ അവിടെ പൈസ ചെലവാക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തം, ആ ബലിമൃഗത്തിന്റെ രക്തം ചിന്തുക എന്ന് തന്നെ മക്സൂദാണ്. അതന്നെ അവിടെ ലക്ഷ്യമാണ്. അള്ളാഹുവിന്റെ ശറഇന്റെ ഭാഗമാണ്. ആ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യണം? ആ ബലിമൃഗത്തിന്റെ രക്തം ഒഴുക്കുക. അതന്നെ ശറഇൽ അതിൽ ലക്ഷ്യമാണ്. അതന്നെ ആ രക്തം ഒഴുക്കുക എന്നുള്ളതിന് എന്താണ്? ശറഇൽ ലക്ഷ്യമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെയും, പിന്നെ നേരത്തെ പറഞ്ഞ സൂറത്തുൽ അൻആമിലെ ആയത്തിലൊക്കെ അള്ളാഹു പറയും, ഏത് ഒരു മതവിഭാഗമാണെങ്കിലും അതിലൊക്കെ ഈ പറഞ്ഞ എന്തുണ്ട്? ഓലൊരു നിസ്കാരവും ഓലൊരു ബലി ഉണ്ടാവും. അതിന്റെ പകരം വേറെന്തെങ്കിലും ചെയ്താൽ ഏതെങ്കിലും മതത്തിലെ സ്വീകാര്യാവോ? പൊതുവെ ഒരു മതത്തിലത് സ്വീകാര്യാവൂല. ഏത് മതമാണെങ്കിലും ഓല നിസ്കാരവും ഓലൊരു ആരാധനാ കർമ്മത്തിന്റെ രീതിയും ഓലൊരു ബലി ഉണ്ടാവും. ആ ബലിന്റെ സ്ഥാനത്ത് വേറൊന്നും വെച്ചാൽ അത് അവർക്ക് സ്വീകാര്യാവൂല. അത് കാരണം അതിൻ്റെതായ എന്തുണ്ട്? ഒരു സ്ഥാനം ദീനിലുണ്ട് എന്നുള്ളതാണ് അത് രണ്ടും ചേർത്ത് പറയാനുള്ള കാരണം. എന്ത്? But it is not involved in this ayah. Different. അത് വേറെ അതിന് നെഹ്റ എന്ന് പ്രയോഗിക്കൂല. നെഹ്റ എന്ന് പറഞ്ഞ വാക്ക് യുദ്ധം ചെയ്ത് ഷഹീദാവണീനെ എന്ത് പ്രയോഗിക്കൂല? നെഹ്റ എന്ന് പറഞ്ഞ വാക്ക് പ്രയോഗിക്കൂല. ബലിമൃഗത്തെ അറുക്കണീനെ നെഹ്റ എന്ന് പറയുള്ളൂ. അതുപോലെ തന്നെ ഈ രണ്ട് ആരാധനാ കർമ്മങ്ങൾക്ക് വലിയ സ്വാധീനം ഈമാനിലുണ്ട് എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. അമറഹുല്ലാഹു യജ്മഅ ബൈന ഹാതൈനിൽ ഇബാദത്തിൻ അളീമത്തൈൻ. ഈ രണ്ട് ആരാധനാ കർമ്മങ്ങൾ ചേർക്കുവാൻ അല്ലാഹു അവന്റെ പ്രവാചകനോട് കൽപ്പിച്ചു. എന്താ കാരണം? അദ്ദാല്ലത്താനി അലൽ ഖുർബി വത്തവാദുഇ വൽ ഇഫ്തിഖാർ വഹുസ്നി ളന്നി വഖുവ്വത്തിൽ യഖീൻ. ഈ ആരാധനാ കർമ്മങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അല്ലാഹുവിനോടുള്ള വിനയവും അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹുവിലേക്ക് നമ്മൾ ആവശ്യക്കാരാണ് എന്നുള്ളതും ഏറ്റവും അധികം തെളിയിക്കുന്ന ആരാധനാ കർമ്മങ്ങളിൽ പെട്ടതാണ് നിസ്കാരം. നിസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? പടച്ചവന്റെ മുമ്പിൽ അവനിലേക്ക് നമ്മൾ ആവശ്യക്കാരാണ്, അവന്റെ മുമ്പിൽ നമ്മൾ വിനയാന്വിതനാണ്. അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ആരാധനാ കർമ്മമാണ് എന്ത്? നിസ്കാരം. അതുപോലെ തന്നെ ഹുസ്നുൽ ളന്നി വഖുവ്വത്തിൽ യഖീൻ വതുമഈനത്തിൽ ഖൽബി ഇലല്ലാഹി വഇലാ ഈദതിഹി വഅംരി. അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ പ്രത്യേകതയാണെന്ത്? ബലിന്റെ പ്രത്യേകതയാണെന്ത്? പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള യഖീൻ അതിലുണ്ടാവുന്നതാണ്. അതായത് ഇപ്പൊ നമ്മള് ഒരു ബലിമൃഗത്തെ റബ്ബിന് വേണ്ടി അറവ് നടത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ വളർത്തിയതൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ട്? അതിനോടൊരു ബന്ധം ഉണ്ടാവും, അല്ലെ? നമ്മുടെ ആ മൃഗത്തെ നമ്മൾ റബ്ബിനോട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്? എനിക്ക് ബന്ധമുള്ള, എന്റെ മനസ്സിൽ ഇടമുള്ള ഒരു മൃഗത്തെ എന്ത് ചെയ്യാണ്? പടച്ചവന് വേണ്ടി കൊടുക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത്? പടച്ചവനിൽ യഖീൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അള്ളാഹുവിൽ ഒരു യഖീൻ ഉണ്ടാവണം. പടച്ചോ ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് നൽകും, ഇതിനേക്കാളും വലിയ നന്മ റബ്ബിനിക്ക് നൽകും. അപ്പോ അതാണ് ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്, പിന്നെ ഇതുണ്ടാകുമ്പോ തന്നെ എന്ത് ചെയ്യും? ചില ആളുകൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് എന്ത് ചെയ്യില്ല? ഇത് ബലി കൊടുക്കൂല. ചില ആളുകൾ ഈ മൃഗത്തിനോടുള്ള ബന്ധം കൊണ്ട് എന്ത് ചെയ്യുക? ഓല് അതിനെ അറവ് നടത്തൂല. ചില ആളുകൾക്ക് പാവം തോന്നിയിട്ട് പല കാരണങ്ങളെ കൊണ്ടുണ്ടാവും. അവിടെ ആ തോന്നലുകൾക്കൊക്കെ വലുതെന്താണ്?
എനിക്ക് എൻ്റെ പടച്ചവനുമായുള്ള ബന്ധമാണ്. അപ്പോൾ അത് മനസ്സിൽ റബ്ബുമായി ഉണ്ടാക്കുന്ന ഒരു യഖീനും പടച്ചവനുള്ള ഒരു വിശ്വാസവും പടച്ചവൻ എനിക്ക് നൽകും, അതിനേക്കാളും ഹൈറായത് കിട്ടുമെന്നുള്ള മാനസികമായ ഒരു ഹൈർ അതിൽ വരാനുണ്ട് എന്നുള്ളതാണ്. അതിൽ ശൈഖുൽ ഇസ്ലാം പ്രത്യേകം പറഞ്ഞ കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് അറക്കണവർക്ക് ഇത് കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് ഇത് കിട്ടൂല. ആളെ കാണിക്കാനും പെരുമ നടിക്കാനും ഇത്ര അർത്ഥം എന്ന് പറയാനൊക്കെ ആകുമ്പോൾ അവർക്ക് ഈ ഗുണമൊന്നും ഉണ്ടാവൂല. പടച്ചോന് വേണ്ടി അറിവ് നടത്തിയാൽ അത് വിശ്വാസിയുടെ മനസ്സിൽ വലിയ സ്വാധീനം അതിനുണ്ട്. ഏതുപോലെ നിസ്കാരത്തിന് വലിയ സ്വാധീനം ഉള്ളതുപോലെ അറിവിനും വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഒരുപാട് വിശദീകരിച്ചിട്ടുള്ളൊരു സൂറത്താണത്. അദ്ദേഹം അതിൻ്റെയൊക്കെ ചുരുക്കം എന്താ വെച്ചാൽ, ഇഖ്ലാസും ഈമാനും ഉള്ളവരാണെങ്കിൽ ഈ രണ്ട് ഇബാദത്തുകൾക്ക് വലിയ സ്വാധീനം ഒരു വിശ്വാസിയുടെ ഈമാനിൽ ഉണ്ടാക്കാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയണം. ഇപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം പറയാണ്, വമാ യജ്തമിഉ ലിൽ അബ്ദി ഫി സ്വലാത്തി, ഒരു അടിമക്ക് നിസ്കാരത്തിൽ കിട്ടുന്നത് ലാ യജ്തമിഉ ഫി ഗൈരിഹ മിൻ സാഇരിൽ ഇബാദത്ത്, വേറെ ഒരു ഇബാദത്തിലും ഒരു അടിമക്ക് കിട്ടൂല. കമാ അറഫു അർബാബുൽ ഖുലൂബിൽ ഹയ്യ, ജീവനുള്ള ഹൃദയങ്ങളുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാകും. വഅസ്ഹാബുൽ ഹിമമിൽ ആലിയ, വലിയ ഹിമ്മത്തുള്ള വലിയ നിശ്ചയദാർഢ്യമുള്ള ആളുകൾക്ക് അത് തിരിയും. വമാ യജ്തമിഉ ലഹു ഫി നഹ്രിഹി മിൻ ഈസാരില്ലാഹ്, അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അറിവ് നടത്തുന്നതിലൂടെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന അള്ളാഹുവിനെ പ്രാമുഖ്യം കൊടുക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകളെ മുന്തിക്കുക എന്നുള്ളൊരു മാനസികമായൊരു ഒരു സ്വാധീനം. വഹുസ്നിൽ ظن به, അള്ളാഹുവിനെ കുറിച്ച് സല്ലു വിചാരം വെച്ച് പുലർത്തുക എന്നുള്ളത്. വഖുവ്വത്തുൽ യഖീൻ, അള്ളാഹുവിലുള്ള യഖീനിന്റെ ശക്തി. വൽവുസൂഖു ബിമാ ഫി യദില്ലാഹ്, അള്ളാഹുവിന്റെ കയ്യിലുള്ളതിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നുള്ളൊരു തവക്കുലിന്റെ ചിന്ത. ഇതൊക്കെ എന്താണ്? അംറുൻ അജീബുൻ, വലിയ അത്ഭുതമാണ്. ഇദാ ഖാറന ദാലിക ഈമാനു വൽ ഇഖ്ലാസ്, ഈമാനും ഇഖ്ലാസും അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ആരാധനാകർമ്മങ്ങൾ വിശ്വാസിയുടെ മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ഉണ്ടാക്കിയെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ വേറൊരു വിഷയം ഈ സൂറത്ത് പണ്ഡിതന്മാര് ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ എടുത്തൊരു വിഷയം എന്താ വെച്ചാൽ, ഇവിടെ അറിവിനെ കുറിച്ച് പറഞ്ഞപ്പോ നഹർ എന്നുള്ള പദമാണല്ലോ അള്ളാഹു ഉപയോഗിച്ചത്. മൊത്തത്തിൽ അറിവാണെങ്കിൽ ഏറ്റവും പ്രയോഗിക്കാൻ ഏറ്റവും സൂട്ടബിൾ ആയ പദം ഏതാ? വദ്ബഹ് എന്ന് പറയലാണ്. എന്താ ഇസ്ബഹ് എന്ന് പറഞ്ഞാൽ? അറക്കുക. അപ്പൊ എല്ലാ മൃഗത്തിന്റെ അറിവും അതിൽ പെട്ടു. പക്ഷെ ഇവിടെ അള്ളാഹു പ്രയോഗിച്ചെന്താ? വൻഹർ. വൻഹർ എന്നുള്ളത് ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഒട്ടകത്തെ അറക്കണിനെ ഉപയോഗിക്കുക. അപ്പൊ എന്തുകൊണ്ട് അത് പ്രയോഗിച്ചു? ഒട്ടകം മാത്രമല്ലല്ലോ അറക്കാൻ പഠിപ്പിക്കപ്പെട്ട മൃഗങ്ങൾ. അപ്പൊ പല പണ്ഡിതന്മാരും ഈ ആയത്തിൽ തെളിവെടുത്തൊരു കാര്യമാണ്, ഒട്ടകമാണ് അറുക്കുന്ന മൃഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം. ഒട്ടകത്തെ അറക്കലാണ് ഏറ്റവും അഫ്ദൽ. മൂന്നും ഇമാം മാലിക്കി മദ്ഹബ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ മദ്ഹബിലും, ഷാഫിഈ മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഹംബലികളുടെ അടുക്കലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ ബലിമൃഗം ഒട്ടകമാണ്. പിന്നെ ഈ പോത്ത്, എന്താ പറയാ, പശു, എന്താ പറയല്, മാട്, അതുപോലെ തന്നെ പിന്നെ ആട്, ഇങ്ങനെയാണ് ഉള്ളത്. എന്നാൽ മാലിക്കി മദ്ഹബ് പ്രകാരം ഏറ്റവും ശ്രേഷ്ഠം എന്താണ്? ആടാണ്. മാലിക്കി മദ്ഹബ് പ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായത് ആടാണ്. അപ്പൊ ആടാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ആടുകളായിട്ട് എന്ത് ചെയ്തു? രണ്ട് ആടുകളെ അറുത്തിരുന്നു. റസൂൽ രണ്ട് ആടുകളെ ആയിരുന്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നമുക്ക് വേണ്ടി അഖീഖ അറുത്ത എന്താ? ആടുകളെയാണ് അറുത്തത്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും ശ്രേഷ്ഠം ഉദ്ഹിയ്യത്തിൽ എന്നാണ് മാലിക്കി മദ്ഹബിലെ അഭിപ്രായം. അപ്പൊ അവര് ഈ ആയത്തിനെ എങ്ങനെ വിശദീകരിക്കാന്ന് വെച്ച് അവര് പറഞ്ഞത് എന്താ വെച്ചാൽ, ഏറ്റവും കൂടുതൽ സാധാരണ, അതുപോലെ തന്നെ ഇബ്രാഹിം നബിനോട് അടുക്കാൻ പറഞ്ഞത് പകരം കൊടുത്ത എന്താണ്? ആടിനെയാണ്. അതിൽ നിന്നൊക്കെ അവര് മാലിക്കി മദ്ഹബ് പ്രകാരം ഏറ്റവും ശ്രേഷ്ഠം ആടിനെ അറുക്കലാണ്. അപ്പൊ ഈ ആയത്തിനെ അവരെങ്ങനെ വിശദീകരിക്കാന്ന് വെച്ചാല്, ഏറ്റവും കൂടുതൽ അറബികൾ ഏറ്റവും കൂടുതൽ അറുത്തിരുന്നത് എന്തിനെയാണ്? ഒട്ടകത്തെ ആയിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് പറഞ്ഞത്? വൻഹർ എന്നുള്ളത് അത് ഉപയോഗിച്ചത്. അപ്പൊ ബാക്കിയുള്ള മൂന്ന് മദ്ഹബിനും ഈ ആയത്ത് ഒരർത്ഥത്തിൽ തെളിവാണ്.
അല്ലെ? കാരണം അള്ളാഹു പ്രയോഗിച്ചത് എന്താ? വൻഹർ. മാലിക്കി മദ്ഹബർക്ക് അതിൻ്റെതായ ഒരു വ്യാഖ്യാനം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ദബ്ഹ്, അറവ്. അള്ളാഹുവിന്റെ അറവ് എന്നുള്ളത് എന്താണ്? ഇബാദത്താണ്, അല്ലെ? അത് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിർവഹിച്ചാൽ എന്താണ്? ഷിർക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിന് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ റബ്ബിന് വേണ്ടി ചെയ്യുന്ന എന്ത് കാര്യം അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ എന്താവും? അതെന്താവും? അത് ഷിർക്കാവും, അല്ലെ? അത് ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാൻ ഒരിക്കലും പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ അതേസമയം എല്ലാ ദബ്ഹും, അല്ല, എല്ലാ അറവും എന്തല്ല? ഈ പറഞ്ഞ പോലെയല്ല. അറവിൽ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. അറവ് നടത്തുക എന്നുള്ളതിൽ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. 3 ഇനം പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതിൽ ഒരു ഇനം എന്താ വെച്ചാൽ, പിന്നെ ഇപ്പൊ ഉളുഹിയ്യത്ത് പോലെ, അഖീഖ പോലെ, ഹജ്ജിനുള്ള ഹദി പോലുള്ള അറവുകൾ. ഈ അറവ് എന്താണ്? ദീനിൽ പഠിപ്പിക്കപ്പെട്ട പിന്നെ അറവാണ്, അല്ലെ? അത് പിന്നെ ഷറയിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. മറ്റൊന്ന്, നമ്മളെ വീട്ടിൽ അതിഥി വന്നു, അല്ലെങ്കിൽ നമ്മളൊരു സൽക്കാരം വീട്ടിൽ ഉണ്ടാക്കുകയാണ്. അതിനൊക്കെ വേണ്ടി നമ്മളൊരു മൃഗത്തെ എന്ത് ചെയ്യും? അറുക്കും. അപ്പൊ നമ്മുടെ അർത്ഥം എന്തിനാ വെച്ചാൽ, എന്തിനാ? അള്ളാഹുവിന്റെ വജി പ്രതീക്ഷിച്ച് ഇബാദത്ത് നിലക്ക് ചെയ്താണോ? അല്ല. നമ്മളൊരു നേരത്തെ പറഞ്ഞ അഖീഖയും ഉളുഹിയ്യത്തൊന്നും പോലെ അർത്ഥമല്ല. അത് നമ്മൾ ആ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് അർത്ഥതാണ്. അത് എന്തിന്റെ പരിധിയിൽ വരൂല? അറവ് എന്ന ഇബാദത്തിന്റെ പരിധിയിൽ അത് വരൂല. മനസ്സിലായില്ലേ? അറവ് എന്ന ഇബാദത്തിന്റെ പരിധിയിൽ, അത് അതിഥിയെ സൽക്കരിക്കുക എന്നുള്ള ഇബാദത്തിന്റെ പരിധിയിലെ അത് വരുള്ളൂ. മൂന്നാമത്തെ ഒരു ഇനം എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ സാധാരണ തിന്നാനോ കച്ചവടത്തിനൊക്കെ വേണ്ടി അറുത്തു. അതിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇബാദത്ത്, ഒരു തഅദീം, അള്ളാഹുവിനെ ഇബാദത്ത്, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുക എന്നുള്ളത് അവിടെ ഉണ്ടാകുന്നില്ല. ഇത് 3ഉം ശറഇൽ പഠിപ്പിക്കപ്പെട്ട എന്താണ്? അറവുകളാണ്. ഇതില് അള്ളാഹുവിന് അറവ് എന്ന നിലയ്ക്ക് ഇബാദത്താകുന്നത് ഏത് മാത്രമാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ അഖീഖയായിട്ടോ അല്ലെങ്കിൽ ഉളുഹിയ്യത്തായിട്ടോ ഒക്കെയുള്ള അറവുകളാണ് അതിൽ പെടുന്നത്. ഇനി പാടില്ലാത്ത, ശറഇൽ പാടില്ല എന്ന് പറഞ്ഞ വിരോധിക്കപ്പെട്ട അറവുകൾ ഏതൊക്കെയാണ്? ഒന്ന്, പിന്നെ അള്ളാഹു അല്ലാത്തവരുടെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട്, അവരോടുള്ള ഒരു ആദരവിന്റെ സൂചനയായിട്ടൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അറവ് നടത്താം. ആ അറവ് നടത്തുന്നതിൽ പല ഉപകാരങ്ങൾ അവരിൽ പ്രതീക്ഷിക്കും, പല ഉപദ്രവങ്ങൾ അവർ തടുക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. ഇതാണ് മിക്കവാറും എവിടെ നടക്കല്? ഉറൂസുകളിലും ജാറങ്ങളിലും ഒക്കെ നടക്കുന്ന അറവ് അതാണ്. ആ അറവ് പിന്നെ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഖബറുകൾക്ക് വേണ്ടിയൊക്കെ നടത്തുന്ന അറവ്. ആ അറവ് ശരിക്കും എന്താണ്? ഷിർക്കാണ്. അത് ബിസ്മില്ല എന്നുള്ളത് അവിടെ വിഷയമല്ല. ആ അറവ് എന്തിനു വേണ്ടി നടത്തുന്നുള്ളതാണ്. അപ്പൊ ആ ഖബറാളി എന്ത് ചെയ്യും? ഖബറാളിന്റെ ഒരു സാമീപ്യം കിട്ടാൻ വേണ്ടി, ഖബറാളിക്ക് പിന്നെ ഖബറാളിന്റെ അടുത്ത് ചില ഉപകാരങ്ങൾ, ചില ഉപദ്രവങ്ങൾ നീങ്ങും എന്നുള്ളൊരു അഭൗതികമായ ഒരു തേട്ടം എന്തുണ്ട്? അതിലുണ്ട്. അപ്പൊ അത് ഇബാദത്താവും. മറ്റൊന്ന്, പാടില്ലാത്തൊരു പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തും. ഈ പറഞ്ഞ ഖബറുകളിലോ അല്ലെങ്കിൽ വേറെ ഇതേമാരത്തെ ഖബറുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തങ്ങന്മാർക്കോ വീമാരുടെ ഒക്കെ ഇത് വേണ്ടിയിട്ട് അറവ് നടത്തുകയാണ്. പക്ഷെ ഉപകാരം ഉപദ്രവം ഒന്നും പ്രതീക്ഷിക്കണില്ല. നേരത്തെ നമ്മൾ പറഞ്ഞാൽ എന്താ? ഉപകാര ഉപദ്രവമൊക്കെ പ്രതീക്ഷിച്ചിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതന്നെ ഷിർക്കാണ്, ഇസ്ലാമിൽ പുറത്തു പോകണം. ഇവിടെ ഉപകാര ഉപദ്രവമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ അവർക്കുള്ളൊരു ബഹുമാനം, അവർക്കുള്ളൊരു ആദരവ് എന്നുള്ള അർത്ഥത്തിലാണ് അത് നിർവഹിക്കുന്നത്. അതും എന്തെന്നെയാണ്? ഷിർക്ക് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജാഹിലിയൻ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. ജാഹിലിയത്തിൽ എന്ത് ചെയ്തിരുന്നു? അവരുടെ കൂട്ടത്തിൽ ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവര് ഒരു അറവ് നടത്തുന്ന സ്വഭാവം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി അതിനെ എതിർത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ അഖറഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഇങ്ങനെയുള്ള അറവ്, ആദരവിന്റെ ബഹുമാനത്തിന്റെ സൂചകമായ എന്തെങ്കിലും ഒരു അറവ് ഇസ്ലാമിൽ ഇല്ല. അതിന് ഉപകാരോപദ്രവം പ്രതീക്ഷിക്കണമെന്നില്ല. അങ്ങനെ തന്നെ അറക്കാൻ പാടില്ല എന്ന് ഇമാം അഹ്മദ്, അബൂ ദാവൂദ് ഒക്കെ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ ഒരു നേതാവ് വരികയാണ്, ഒരു രാജാവ് വരികയാണ്. അവർക്കൊരു ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക? ഒരു അറവ് നടത്തുക. ഇങ്ങനെ ഒരു പ്രവൃത്തി ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. അതേ പ്രവൃത്തി തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു രീതിയാണ് ഇപ്പൊ ഖബറുകളിൽ ഉപകാരോപദ്രവം പ്രതീക്ഷിക്കണില്ലെങ്കിലുള്ള എന്താ?
ആ സയ്യിദിന്റെ മക്കാമിലേക്ക് നമ്മളൊരു മൃഗത്തെ ബലി കഴിക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ എന്താ അവർക്കുള്ള ബഹുമാനാണ്. അത് റസൂൽ നിരോധിച്ചതാണ്. ലാ അഖ്റ ഫിൽ ഇസ്ലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിരോധിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ നേരത്തെ പറഞ്ഞ മൂന്നിൽ ഈ പറഞ്ഞ ഏറ്റവും മഹത്വമുള്ള അറവ് എന്ന് പറഞ്ഞ ഇബാദത്തിന്റെ അറവിന്റെ ശ്രേഷ്ഠത ഉള്ളത് എന്തിനാണ്? അതിൽ ഒന്നാമത്തെ ഇനത്തിന് മാത്രമാണ്. നമ്മളെ വീട്ടിൽ അതിഥി ഒന്ന് സൽക്കാരത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണമെന്നും അറവിന്റെ ഇത് ഈ പറഞ്ഞ നെഹർ എന്ന് പറഞ്ഞ ആ ഇബാദത്തിന്റെ ശ്രേഷ്ഠത അതിനുണ്ടാവില്ല. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ നമുക്ക് വേണ്ടി തിന്നാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അറക്കുകയാണെങ്കിലും നമുക്ക് തിന്നണേന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇബാദത്ത് അതാവൂല എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ചുരുക്കി നമുക്ക് ഈ സൂറത്തുനിന്ന്, ചുരുക്കിയല്ല അല്പം വിശദമായി തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ച് ഏറ്റവും നല്ല മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം ചിട്ടപ്പെടുത്തുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, അത് അതിനുള്ള ഉത്തരം കൂടി നമ്മളെ ഇതിലുള്ള നോട്ടിലുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഷാനിയൊക്കെ ഹുവൽ അബ്തർ എന്ന് പറഞ്ഞല്ലോ. ഇന്ന ഷാനിയൊക്കെ ഹുവൽ അബ്തർ എന്ന് പറഞ്ഞതില് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരൊക്കെ എതിരിടുന്നുണ്ടോ അതൊക്കെ അതിന്റെ ഭാഗമായി കടന്നു വരും. നമുക്ക് അബൂബക്കർ ബിൻ അയ്യാഷ് എന്ന താബിഈ വര്യം പറഞ്ഞു കാണാൻ സാധിക്കും. ഇന്ന അഹ്ലസ് സുന്നതി യബ്ഖൂൻ വയബ്ഖാ ദിക്റുഹും. അഹ്ലുസ് സുന്നയാണ് അവശേഷിക്കുക, അവരുടെ സ്മരണയും അവശേഷിക്കും. വഅഹ്ലുൽ ബിദ്അതി യമൂതൂൻ വയമൂതു ദിക്റുഹും. ബിദ്അത്തിന്റെ കക്ഷികൾ, വ്യതിയാനത്തിന്റെ കക്ഷികൾ മരിക്കും, അവരുടെ സ്മരണയും മരിക്കും. അപ്പൊ അഹ്ലുസ് സുന്നയാണ്. റസൂലുള്ളാഹിക്ക് ഈ ആയത്തിലൂടെ എന്തൊക്കെ ശ്രേഷ്ഠതകൾ പഠിപ്പിക്കപ്പെട്ടോ, അല്ലാഹുവിന്റെ റസൂൽ റഫഅന ലക ദിക്റക, അല്ലേ, അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുത്തു, വലഅന അൻക വിസ്റക അല്ലദി അൻഖദ ദഹ്റക, നമ്മൾ ആ സൂറത്ത് എത്തിയിട്ടില്ലല്ലോ, ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും, അവിടെ എത്തുമ്പോൾ പറയാം. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹിക്ക് എന്തൊക്കെ ശ്രേഷ്ഠതകൾ, ഉമ്മത്തിന് മൊത്തത്തിൽ കിട്ടാവുന്ന എന്തൊക്കെയുണ്ടോ ദുനിയാവിലും ആഖിറത്തിലുള്ള സൗഭാഗ്യങ്ങൾ, അതൊക്കെ അവരുടെ ഈമാൻ അനുസരിച്ച് റസൂലുള്ളാഹിനെ എത്രത്തോളം ഇത്തിബാ ചെയ്യുന്നോ, എത്രത്തോളം റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ മനഹജിനെ പിൻപറ്റുന്നോ, അതിന് അനുധാനം ചെയ്യുന്നു, അതിനനുസരിച്ച് അതൊക്കെ ഈ ഉമ്മത്തിൽ നിന്ന് അവർക്കൊക്കെ കിട്ടും. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ എത്രത്തോളം അവഗണിക്കുന്നോ, എത്രത്തോളം വ്യതിയാനങ്ങളിലേക്ക് പോകുന്നോ, എത്രത്തോളം പുത്തൻ ആചാരങ്ങളും പുത്തൻ വിശ്വാസങ്ങളും ഉണ്ടാക്കുന്നോ, അതിനനുസരിച്ച് എന്ത് ചെയ്യും? അവരുടെ സ്മരണയും അവർക്ക് ലഭിക്കുന്ന ഇഹപര ലോകത്തുള്ള സൗഭാഗ്യങ്ങളും എന്ത് ചെയ്യും? നഷ്ടപ്പെടും എന്നുള്ളത് ഈ സൂറത്തിന് പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യക്ഷമായി എതിരിടുന്നത് മാത്രമല്ല ഇതിൽ വരിക, അല്ലാതെ റസൂലുള്ളാഹിന്റെ സുന്നത്തിനും റസൂലുള്ളാഹി പഠിപ്പിച്ച ദീനെതിരായി നിൽക്കുന്നവരൊക്കെ ആയത്തിന്റെ ഭാഗമാണ്. പ്രത്യക്ഷമായി റസൂലുള്ളാഹിനെ എതിർക്കുകയും ഇതാക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പ്രത്യക്ഷമായി തന്നെ എന്ത് ചെയ്യും? അവരുടെ സ്മരണ ഇല്ലാതെയാകും, അല്ലെങ്കിൽ അവരെ കുറിച്ച് വളരെ മോശമായ പേര് സമൂഹത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കാം. അത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത്. മൊത്തത്തിൽ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഉള്ള ആശ്വാസം ഇതിലുണ്ട്. വിശ്വാസികൾക്ക് എല്ലാവർക്കും ഉള്ള ആശ്വാസം എന്തിലുണ്ട്? ഈ സൂറത്തിലുണ്ട്, അല്ലെ? നിങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണോ, ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നവരാണോ, എന്നാൽ നിങ്ങളുടെ സ്മരണ റബ്ബ് എന്ത് ചെയ്യും? ഉയർത്തും. നിങ്ങൾക്ക് ധാരാളമായി നന്മകൾ റബ്ബ് നൽകും, അല്ലെ? നിങ്ങളുടെ എതിർപക്ഷത്ത് നിങ്ങൾക്കെതിരെ ശത്രുത വെച്ചു പുലർത്തും, നിങ്ങൾ വെറുപ്പ് വെച്ചു പുലർത്തും, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ശത്രുക്കളെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങൾ ബേജാറാകേണ്ട ആവശ്യം ഇല്ല. അവരൊക്കെ റസൂലുള്ളാഹിന്റെ ശാനിഉകളിൽ പെട്ടതാണ്, റസൂലുള്ളാഹിനോട് ശത്രുത വെച്ച് പുലർത്തുന്നവരിൽ പെട്ടവരാണ്. അപ്പൊ റസൂൽ മൊത്തത്തിൽ മുഅ്മിനീങ്ങൾക്കുള്ള, വിശ്വാസികൾക്കുള്ള എന്തുണ്ട്? ആശ്വാസം ഈ സൂറത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൂറത്തിന് മറ്റൊരു രഹസ്യം കൂടി ചില പണ്ഡിതന്മാർ പറയാൻ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ കുറഞ്ഞ സമ്പത്ത് മാത്രമുള്ള സമയം, അല്ലെ? മദീനന്റെ ആദ്യ കാലഘട്ടമാണെങ്കിലും ഇസ്ലാം മദീനത്ത് മാത്രം ചുരുങ്ങി ഒരു പ്രയാസമായ സന്ദർഭമാണുള്ളത്. മക്കയിലാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ആ സമയത്താണ് വൻഹർ എന്ന് പറയുന്നത്, അല്ലെ? എന്തിനാ വൻഹർ എന്ന് പറഞ്ഞാൽ? എന്താ? ഒട്ടകത്തെ അറവ് നടത്തുക. ഇമാം റാസി പറഞ്ഞ് കാണാൻ സാധിക്കും. ഈ സൂറത്തിൽ എന്തുണ്ട്? ഇഷാറത്തുൻ ഇല അന്നക ബഅദ ഫഖരിക തസീറു ബഹൈസു തൻഹറുൽ മിഅത മിനൽ ഇബിൽ. ഇപ്പോ നിങ്ങൾക്ക് ഒട്ടകത്തൊന്നും അറക്കണതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയണില്ലല്ലോ, പക്ഷെ നിങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒട്ടകത്തൊക്കെ അറക്കാൻ മാത്രം, 100-ലധികം ഒട്ടകത്തൊക്കെ അറക്കാൻ മാത്രം പറ്റിയ രൂപത്തിലേക്ക് നിങ്ങൾ ആയിത്തീരും എന്ന് വൻഹർ എന്ന് പറഞ്ഞതിൽ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരൊറ്റ
പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ കാണാൻ സാധിക്കും, ഈ ആയത്തിനെ റസൂലുള്ളാഹി ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്നുള്ളത് വളരെയധികം അല്ലാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ പകർത്തിയിരുന്നു, പാലിച്ചിരുന്നു. വളരെ ദീർഘമായി റസൂൽ നിസ്കരിച്ചിരുന്നു. ഒറ്റ ദിവസം ഒറ്റ ബലിപെരുന്നാളിന്റെ അന്ന് തന്നെ റസൂലുള്ള 63, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 63 ബലിമൃഗങ്ങൾ എന്ത് ചെയ്ത് റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് റസൂലുള്ള അറുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്നുള്ളത് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ളത് വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ജീവിതത്തിൽ പാലിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിനെ വ്യതിയാനങ്ങളിൽ അകപ്പെട്ടു പോകാതെ മരണം വരെ അതിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും സൗഭാഗ്യം ലഭിക്കുന്ന, ആഫിയത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിചാരണ ഏറ്റവും എളുപ്പമുള്ള വിചാരണയാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ കാരുണ്യം കൊണ്ട് നരകശിക്ഷയിൽ നിന്ന് നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബ് അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ഖബർ ജീവിതം ഏറ്റവും നല്ല ജീവിതമാക്കി ഖബറിലെ പരീക്ഷണത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വ്യത്യസ്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ശാരീരികമായി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ ഉള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നുമുള്ള പൂർണ്ണമായ സൗഖ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.